ഞാൻ ഉദ്ദേശിച്ചത് കുട്ടനാട്. അങ്ങനെ നമ്മളെക്കാൾ സൗന്ദര്യവും കഴിവുള്ളവരെ തെരഞ്ഞെടുക്കാറാ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. സൗന്ദര്യം നോക്കിയല്ല ദൈവം തെരഞ്ഞെടുക്കുന്നത്, പണം നോക്കിയല്ല ദൈവം തെരഞ്ഞെടുക്കുന്നത്, മനുഷ്യൻ പുറമേ ഉള്ളതൊക്കെ നോക്കിയാ. പക്ഷെ ദൈവം നമ്മുടെ അവസ്ഥ കണ്ട് നമ്മളെ തെരഞ്ഞെടുത്ത. ഒന്ന്, മന്ത്രവാദികളെ ഈറ്റില്ല അവിടെ നിൽക്കണമെങ്കിൽ ആത്മശക്തി. രണ്ട്, അർത്തമീസിന്റെ വ്യാപാരമുള്ള സ്ഥലമാണ്. ഒടുവിൽ അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൽ വളരെ പരിചിതമായ തിരുവെടുത്താണ്. ഈ ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ച ബഹുമാന്യ കർത്തൃദാസനും ഈ മാന്യ സഭയ്ക്കും ചുമതലപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ നന്ദി. ഇന്ന് രാത്രി കൂടപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അല്പസമയം ശാന്തമായിട്ട് വചനത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കാം. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യമാണ്. പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങളിൽ പ്രധാനപ്പെട്ട ലേഖനമാണ് നമുക്കറിയാം എഫേസ്യ ലേഖനം. പൗലോസിന്റെ ലേഖനങ്ങളിൽ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ലേഖനമാണ്. ലേഖനങ്ങളുടെ റാണി എന്നൊക്കെയാണ് പറയുന്നത്. 6 അധ്യായം ഈ ലേഖനത്തിലുണ്ട്. 6 അധ്യായത്തില് പ്രധാനമായിട്ട് വിശേഷമായിട്ട് പല കാര്യങ്ങൾ ഓരോ അധ്യായത്തിൽ സൂചിപ്പിക്കുന്നത്. 1-ാം അധ്യായം ദൈവം തന്നെ തിരഞ്ഞെടുത്ത വിഷയമാണ്. 1:4 അങ്ങനെ കാണാം. നാം തന്റെ സന്നിധിയിൽ അവൻ തന്റെ സന്നിധിയിൽ വിശുദ്ധരും ദൈവസന്നിധിയില്ല, മനുഷ്യരുടെ മുമ്പാകെ അല്ല. ചിലക്ക് പാസ്റ്റർമാരെ പേടിയാ, ചില പാസ്റ്റർമാർക്ക് വിശ്വാസികളെ പേടിയാ. ദൈവത്തെ ഭയമില്ല. മറ്റുള്ളവരെ ബഹുമാനിക്കണം, പക്ഷെ ഭയപ്പെടേണ്ടത് ദൈവത്തെ. ദൈവസന്നിധിയിലാണ് നാം വിശുദ്ധരും നിഷ്കളങ്കരുമായി ജീവിക്കേണ്ടത്. മനുഷ്യനെ ബോധിപ്പിക്കാനും മനുഷ്യന്റെ രീതി അനുസരിച്ചല്ല, ദൈവത്തെ ഭയപ്പെടുക. സഭാപ്രസംഗികളുടെ പുസ്തകം ഒടുവിലത്തെ അധ്യായത്തിൽ അങ്ങനെ അതിൽ ദൈവത്തെ ഭയപ്പെടണം അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഒന്ന് വായിച്ചത് 12-ാം അധ്യായത്തിന്റെ ഒടുവില് എല്ലാവർക്കും അത് ആവശ്യം. എല്ലാത്തിന്റെയും സാരം ദൈവത്തെ ഭയപ്പെട്ടവന് അതാ വിഷയം. എല്ലാത്തിന്റെയും സാരം കേൾക്കണം, ദൈവത്തെ ഭയപ്പെടണം. ഭയത്തോടെ യഹോവയെ സേവിപ്പിക്കുകയും പുറകിലൂടെ ഘോഷിച്ചില്ല. ദൈവത്തെ ഭയപ്പെടണം. അവിടെ നമുക്ക് ഭാഗപ്പെട്ടേക്കാം. അപ്പോൾ 1-ാം അധ്യായത്തിൽ ദൈവം നമ്മെ തെരഞ്ഞെടുത്ത വിഷയമാണ്. ഒരു കണ്ണിന് പോലും ദയ തോന്നാതിരുന്നപ്പോഴാണ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തത്. നമ്മളെക്കാൾ മിടുക്കന്മാരും ശ്രേഷ്ഠന്മാരും ഒക്കെ ഉള്ളപ്പോഴാണ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തത്. നമ്മളെക്കാൾ സൗന്ദര്യമുള്ള എത്രയോ പേരുണ്ട്, ഇല്ലയോ? നമ്മുടെ ഈ സഭയിൽ വരുമ്പോൾ നമുക്ക് ഏറ്റവും സൗന്ദര്യമാണെന്ന് പറഞ്ഞാൽ എളിഞ്ഞിരിക്കുന്നത്. നമ്മളെക്കാളും നല്ല ആൾക്കാരെ കാണുമ്പോൾ അറിയാം നമ്മുടെ പരുവത്തെയാണ്. എന്തിനാ ഈ ദൂരോട്ടൊക്കെ പോകുന്നത്? ഇവിടെ തന്നെ ഇവിടുത്തെ ആൾക്കാർ ഉണ്ടല്ലോ, അറിയാമല്ലോ. എന്തോ നെടുപ്പവും നല്ല ആകാരാകൃതി വടിവും നല്ല നീണ്ട മൂക്കും മിക്കവർക്ക് നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മുടേത് നിലനിൽപ്പ് കൊണ്ട് അടിച്ചു 2 തുളയല്ലാതെ വേറൊന്നും ഇല്ല. പക്ഷെ നമ്മുടെ ആ ഇരിപ്പും ഭാവമൊക്കെ കണ്ട അവരുടെ ഡ്രസ്സിങ്, വണ്ടി, ചുറ്റുപാട്, നല്ല നെടുപ്പം, പിന്നെ നിറം. അപ്പൊ അങ്ങനെയുള്ളവരെ കാണുമ്പോഴാണ് നമ്മുടെ ഷേപ്പുകൾ പിടികിട്ടുന്നത്. ഉന്നതന്മാരും ശ്രേഷ്ഠന്മാരും എല്ലാം നമ്മുടെ ദേശത്തുള്ളപ്പോൾ ആ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. ഞാനെപ്പോഴും പറയും, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ദൈവം എന്നെ തിരഞ്ഞെടുത്തു. ഒരു കഴിവുമില്ലാത്ത എത്രയോ പ്രഗത്ഭന്മാര് ഞങ്ങളുടെ നാട്ടിലുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ പക്ഷേ അങ്ങനെ നമ്മളെക്കാൾ സൗന്ദര്യവും കഴിവുള്ളവരെ തെരഞ്ഞെടുക്കാറാ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. സൗന്ദര്യം നോക്കിയല്ല ദൈവം തെരഞ്ഞെടുക്കുന്നത്, പണം നോക്കിയല്ല ദൈവം തെരഞ്ഞെടുക്കുന്നത്, മനുഷ്യൻ പുറമേ ഉള്ളതൊക്കെ നോക്കിയാ. പക്ഷെ ദൈവം നമ്മുടെ അവസ്ഥ കണ്ട് നമ്മളെ തെരഞ്ഞെടുത്തതാണ്. ഉന്നതന്മാരും ശ്രേഷ്ഠന്മാരും എല്ലാം നമ്മുടെ ദേശത്തുള്ളപ്പോൾ ആ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. ഞാനെപ്പോഴും പറയും, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ദൈവം എന്നെ തിരഞ്ഞെടുത്തു. ഒരു കഴിവുമില്ലാത്ത എത്രയോ പ്രഗത്ഭന്മാര് ഞങ്ങളുടെ നാട്ടിലുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഞാൻ ഉദ്ദേശിച്ചത് കുട്ടനാട്. നാട്ടുകാരും ഉണ്ട്, അനീഷുണ്ട്, ഇല്ലേ? വേറെ ആരും ഇല്ല. എത്രയോ പ്രഗത്ഭന്മാര്
അപ്പൊ ആ ദേശത്ത് പലരെയും തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ദൈവം എന്നെ തിരഞ്ഞെടുത്തു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കായൽ രാജാവ് എന്ന് പറയുന്ന ഒരാളുണ്ട്, മുരിക്കൻ. കേട്ടിട്ടുണ്ടോ എന്നറിയത്തില്ല. കായൽ രാജാവ്. 3 കായൽ സ്വന്തമായിരുന്നു. കായൽ എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുന്ന സ്ഥലം. നമുക്ക് ഒരുപാട് കണ്ടം പോലും ഇല്ല, എന്നാൽ ഇരിപ്പ് കണ്ട ഇഷ്ടം പോലെ കിടക്കുക. പക്ഷിക്ഷാമം വന്നപ്പോൾ രാജാവ് കൽപ്പന കൊടുത്ത് ഈ വേമ്പനാട്ട് കായൽ വളച്ചു കെട്ടി വെള്ളം പറ്റിച്ച് വെച്ച് കൃഷി ചെയ്യാൻ. അയാൾ അത് ചെയ്ത് അതിൻ്റെ ചുമല് കൊടുത്ത ആളാണ്. അപ്പൊ കായൽ രാജാവെന്നാ പറയുന്നത്. ഇന്ദിരാഗാന്ധിയും നെഹ്റുവും കൂടെ ഒരിക്കൽ പുള്ളിയെ കാണാൻ വന്നു. ഒരിക്കനെന്നാ പേര്. ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഇന്ദിരാ മകള്, 2 പേരും കൂടെ ആലപ്പുഴ പുള്ളിയെ കണ്ടെന്ന്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി മകളും ഒരാളെ വന്ന് കാണണമെങ്കിൽ ചെറിയ പുള്ളിയാണ്. അത്രയ്ക്ക് പ്രകടനാണ്. അദ്ദേഹത്തിന്റെ ബന്ധുക്കാരനാ പാറായി തരകന്. കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ വന്നപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചു. അത്രയ്ക്ക് വലിയ ധനന്മാരൻ, ജന്മിമാരൻ. അപ്പോൾ അങ്ങനെയുള്ള ആയിരക്കണക്കിന് നെൽകൃഷി പാടങ്ങളാണ് ഞങ്ങളുടെ അവിടെ. പറക്കണക്കാണ് 1000 പറ, 2000 പറ, 3000 പറ, 5000 പറ കണ്ടം, അങ്ങനെ. അപ്പൊ അത്രയ്ക്കേറെ കൃഷി ഇടമുള്ള അദ്ദേഹത്തെ ദൈവം തെരഞ്ഞെടുത്തില്ല. 1 പറ കണ്ടം പോലും ഇല്ലാത്ത എന്നെ ദൈവം, അത് പറയാനാണ് ഞാൻ ദൈവത്തിന്റെ മഹത്വം. അതാ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്. ഞങ്ങളുടെ നാട്ടിലെ കുട്ടനാട്ടിലെ വളരെ നല്ല വിദ്യാ നിപുണന്മാർ ഒത്തിരി ഉണ്ടായിരുന്നു. പുളുന്നന്ന പള്ളി, റോമൻ കാത്തലിക്സ് പള്ളിയുടെ ഇടവക, ആ ഇടവകപ്പെട്ട ആളാണ്. നിങ്ങൾ പഠിച്ച് പഠിത്തമൊക്കെ ഉള്ളവരായതുകൊണ്ട് അറിയാം. IC ചാക്കോ എന്ന് പഠിച്ചിട്ടില്ലേ? IC ചാക്കോ. IC ചാക്കോയുടെ ഡിഗ്രി എടുത്തതിനാൽ തന്നെ ഒരു പേര് വേണം. IC ചാക്കോ 1800-കളിൽ ലണ്ടനിൽ പോയി പഠിച്ചതാണ്. 800-കളിൽ ലണ്ടനിൽ പോയി. അയാൾ പഠിച്ച വിഷയം ഈ ഭൂഗർഭശാസ്ത്രമാണ്. അതിനെന്താ ഇംഗ്ലീഷ് പറഞ്ഞ ജിയോളജി. അപ്പൊ അത് പുള്ളി പോയി പഠിച്ചതാണ്. നമുക്ക് മണ്ണ് വാന്തി അപ്പോലോട്ട് ഇടാന്നല്ലാതെ ഇതിനകത്ത് തന്നെ നമുക്കൊന്നും അറിയാൻ പറ്റില്ല. അല്ലെങ്കിൽ 800-കളിൽ ലണ്ടനിൽ പോയി ഭൂഗർഭശാസ്ത്രത്തെ പറ്റി പഠിച്ചു. പഠിച്ച അന്ന് അങ്ങേര് ആലപ്പുഴ വന്നപ്പം പറഞ്ഞു, അത് ജന്മനാട്ടിൽ വന്നപ്പം പറഞ്ഞു, കുട്ടനാട്ടിൽ വെള്ളത്തിന് ക്ഷാമം വരുമെന്ന്, കുടിവെള്ളത്തിന്. അന്നേരം പഠിക്കാതെ അതിലെല്ലാം വരമ്പേ കൂടെ നമ്മൾ പറഞ്ഞ അയാൾക്ക് വാട്ടാന്ന്, ലണ്ടനിൽ പോയതിൻ്റെ വാട്ടാണ്. പഠിക്കാതെ പറയണം ഞാൻ സഹിതം അതിൽ നടക്കല്ലേ പാട്ട് കളിച്ച്. അന്നേരം ആൾ പറഞ്ഞ അയാൾക്ക് ലണ്ടനിൽ പോയതിൻ്റെ വട്ടള ഇതാണ്, കുട്ടനാട്ടിൽ വെള്ളം കുടിവെള്ളം ക്ഷാമം വരുമെന്ന്. ഇത് പൊട്ടണല്ലേ എന്ന്. അതുപോലെ സംഭവിച്ചു. അയാൾ 80 കൊല്ലം മുമ്പ് പറഞ്ഞു കുടിവെള്ളത്തിന് ക്ഷാമം. ഇപ്പൊ കുടിവെള്ളം വേണേ വില കൊടുത്ത് മേടിക്കണം. അത്രയ്ക്ക് മിടുക്കനായിരുന്നു അദ്ദേഹം. IC ചാക്കോ. അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, IC മുക്കെന്ന് കേട്ടിട്ടുണ്ട്. വത്തിക്കാനിൽ നിന്ന് പോപ്പ് പ്രത്യേക കസേര പുള്ളിക്ക് പുള്ളിക്ക് കൊടുത്ത് 200 കുർബാന. റോമിൽ വത്തിക്കാനിൽ നിന്ന് പുള്ളിക്ക് പ്രത്യേക കസേര അനുവദിച്ചു കൊടുത്താണ് പോപ്പ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാമോ? അവിടെ ഇരുന്നുകൊണ്ട് കുർബാന കണ്ട അത്രയ്ക്ക് പ്രഗത്ഭനായിരുന്നു IC. വലിയ ഉന്നതനായ മനുഷ്യൻ. പക്ഷേ അത്രയും വിദ്യാധിപുടനും പ്രഗത്ഭനുമായ അദ്ദേഹത്തെ ദൈവം തിരഞ്ഞെടുത്തില്ല. 10ാം ക്ലാസ് ജയിക്കാൻ എന്നെ ദൈവം തിരഞ്ഞെടുത്തു. ഇപ്പം മനസ്സിലായല്ലോ വിദ്യാഭ്യാസം എന്ത് വേണ്ടതാണ്. എന്റെയും കൂടെ പറയുന്നതിന് തന്നെ അതുപോലും ജയിക്കാതെ എന്നെ ദൈവം തിരഞ്ഞെടുത്തു. സ്തോത്രം. കുട്ടനാട്ടിൽ ഒത്തിരി പേരുണ്ട്. കുട്ടനാട്ടിൽ അങ്ങനെ ഈ അടുത്ത കാലത്തല്ലയോ മരിച്ചത് MS സ്വാമിനാഥൻ. നിങ്ങൾ കേട്ടിട്ടില്ലയോ? ഹരിത വിപ്ലവം. MS സ്വാമിനാഥൻ. അദ്ദേഹം മകൻ പട്ടരുടെ മകനാണ്. എന്തോ അതിപ്രഗത്ഭനായിരുന്നു. ഹരിത വിപ്ലവം അതിന്റെ പ്രധാന ആളായിരുന്നു. കമ്മീഷന്റെ ചെയർമാനും ഒക്കെ ആയിരുന്നു. ഡൽഹിയിലായിരുന്നു. അവരുടെ മൂലകുടുംബം തമിഴ്നാടാണ്. മങ്കമ്പി വന്ന് മങ്കമ്പി ക്ഷേത്രത്തിനടുത്ത് കൊട്ടാരമൊക്കെയാണ്. അന്നത്തെ കാലത്ത് കേട്ടിട്ടുണ്ട്. അവർക്ക് സ്ഥലം എവിടെയൊക്കെയാണ് അവർക്ക് തന്നെ അറിയാൻ പറ്റില്ല.
ഈ ചാട്ടുമായിട്ട് ഇറങ്ങുന്നത് നമുക്കത് എവിടെ നോക്കണം. അതുപോലെ കിടക്കുക മന്ദവിസ്വാമി എന്നാണ് പറയുന്നത്. അപ്പോൾ അപ്പർക്ക് പ്രഗത്ഭനായ MS സ്വാമിനാഥൻ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തില്ല. സ്തോത്രം, ദൈവം എന്നെ തെരഞ്ഞെടുത്തു. ഇങ്ങനെ കൊണ്ട് പറയാൻ തുടങ്ങിയാൽ ധാരാളമുണ്ട്. ഞങ്ങളുടെ അവിടുത്തെ ഒരു വലിയ നായർ കുടുംബമാണ്. കാവാലത്തെ ചാലയിൽ തറവാടെന്ന് പറയും. ചാലയിൽ അവിടുത്തെ പ്രഗത്ഭനായ മനുഷ്യനായിരുന്നു സർദാർ KM പണിക്കരൻ. നിങ്ങൾ പഠിച്ചിട്ടുള്ള അദ്ദേഹം അംബാസഡർ ഒക്കെ ആയിട്ടിരുന്ന നെഹ്റു മന്ത്രിസഭയിൽ അദ്ദേഹം അംബാസഡറായിട്ടൊക്കെ പോയതാണ്. മൈസൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിരുന്നു ഈ സർദാർ KM പണിക്കരൻ. അദ്ദേഹത്തിന്റെ അനന്തരവന കാവാലം നാരായണ പണിക്കരൻ. അതെങ്കിലും ഒന്ന് കേൾക്കണം. കാവാലം നാരായണ പണിക്കരുടെ മകനാണ് സംഗീതത്തിൽ വളരെ കഴിവുള്ള മികവുറ്റ കാവാലം ശ്രീകുമാർ. അവരുടെ ബന്ധുക്കാരാണ് പ്രാവൻമൂർ സിസ്റ്റേഴ്സ് ലളിത പത്മിനി രാഗിണി. നിങ്ങൾ പഠിച്ചതൊക്കെ പറയണം, അതൊക്കെ ഇങ്ങനെ കണക്റ്റഡാണ്. ആ കാവാലം നാരായണ പണി അവരുടെ ഫസ്റ്റ് കസിന ഡോക്ടർ അയ്യപ്പ പണിക്കരൻ, എഴുതുകാരനൊക്കെയാണ്. ഡോക്ടർ അയ്യപ്പ പണിക്കരൻ ഞാൻ സൂചിപ്പിച്ചത് ചാലയിൽ തറവാടെന്നാണ്. വള്ളത്തോൾ നാരായണ മേനോന് ചാലയിൽ വീട്ടിൽ വന്ന് ഈ സർദാർ KM പണിക്കരുമായിട്ട് സംസാരിച്ചിട്ട് കേരള കലാമണ്ഡലം കാവാലത്ത് സ്ഥാപിക്കാൻ ഇരുന്നതാണ്. പക്ഷെ ഇടയ്ക്കിടെ കൈത്തോടും വെള്ളവും ആയതുകൊണ്ട് നിരപ്പായിട്ടൊരു ഭൂമി കിട്ടിയില്ല. അതുകൊണ്ട് അത് പിന്നെ തൃശ്ശൂരിനപ്പുറം ചെറുതുരുത്തി കൊണ്ട് സ്ഥാപിച്ചത്. ഇല്ലേ, കാവാലത്ത് വന്നതിനായിരുന്നു. അപ്പൊ അത്രയ്ക്ക് പ്രഗത്ഭന്മാരാണ്. പക്ഷെ അവരുടെ നടുവിൽ ദൈവം എന്നെ തെരഞ്ഞെടുത്തു. യാതൊരു വിദ്യാഭ്യാസവും കുലമഹിമയും കഴിവും യാതൊരു ശ്രേഷ്ഠതയും യോഗ്യതയും ഒന്നുമില്ലാതിരുന്ന പോഷനായ പൊട്ടനായ എന്നെ ദൈവം തെരഞ്ഞെടുത്തു. സ്തോത്രം. അപ്പോൾ അത് പറഞ്ഞതിന്റെ സാരം കഴിവ് നോക്കിയോ കുടുംബശ്രേഷ്ഠത നോക്കിയോ വിദ്യാഭ്യാസം നോക്കിയോ പഠിപ്പോ പടക്കം അത് തെറ്റാന്നല്ല. അതൊന്നും നോക്കിയല്ല ദൈവം തെരഞ്ഞെടുക്കുന്നത്. ദൈവം ഒരു വ്യക്തിയെ തെരഞ്ഞെടുക്കുന്നത് അവരോട് കരുണ തോന്നിയത് കൊണ്ടാണ്. ഇന്ന് രാത്രി നമ്മളോട് ദൈവത്തിന് കരുണ തോന്നി. പ്രൈസ് ദി ലോർഡ്. ഒരു പാട്ടിന്റെ വരിയുണ്ടല്ലോ, എടുത്തോ നീ എന്നെ നിനക്കായി, എടുത്തോ നീ എന്നെ നിനക്കായി, കൊടുത്തോ നീ നിന്നെ എനിക്കായി, വാഴ്ത്തിടും സദനം പ്രിയാതവ നിത്യം പാടും കീർത്തനം ഞാൻ ചേർത്തതിനാൽ എന്നെ തിരുമാറിൽ കാത്തതിനാൽ എന്നെ വഴുതാ ചേർത്തതിനാൽ എന്നെ തിരുമാറിൽ കാത്തതിനാൽ എന്നെ വഴുതാതെ എടുത്തോ നീ എന്നെ നിനക്കായി, എടുത്തോ നീ എന്നെ നിനക്കായി, കൊടുത്തോ നീ നിന്നെ എനിക്കായി, വാഴ്ത്തിടും സദനം പ്രിയാതവ നിത്യം പാടും കീർത്തനം ഞാൻ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത്. ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. ഒരു കണ്ണിന് പോലും ദൈവം തോന്നാതെ എല്ലാവരും വെറുക്കപ്പെട്ട് തള്ളപ്പെട്ട് ഒറ്റപ്പെട്ട് കിടന്നപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ മഹാസ്നേഹത്താൽ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. യോഗ്യത ഉള്ളത് കൊണ്ട് തെരഞ്ഞെടുത്തതല്ല, യോഗ്യത ഇല്ലാഞ്ഞത് കൊണ്ടാണ് തെരഞ്ഞെടുത്തത്. അപ്പൊ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ ദൈവം നമ്മെ തിരഞ്ഞെടുത്തവർ. ദൈവം തിരഞ്ഞെടുക്കുന്നതെല്ലാം നമ്മൾ നിസ്സാരമെന്ന് കാണുന്നതിനെ കൊണ്ടാണ് ദൈവം ഉപയോഗിക്കുന്നത്. നമ്മൾ നിസ്സാരമായിട്ട് കാണുന്നതിനെ ദൈവം ഉപയോഗിക്കും. കഴുതയുടെ നാടികയിൽ നിസ്സാരമാണ്, പക്ഷെ അതുകൊണ്ടാണ് ദൈവം അത്ഭുതം ചെയ്യും. സ്തോത്രം. മോശം വടി ഇങ്ങനെ കിട്ടാൻ പറഞ്ഞു. വടി കിട്ടാൻ ചെങ്കടല് രണ്ടായിട്ട് പാകമാണ്. ഗോലിയാത്തൊരിക്കൽ പറഞ്ഞു, രണ്ടുപേരോട് സംസാരിച്ച് പറഞ്ഞു, സ്തോത്രം, നീ വടിയൊക്കെ ആയിട്ട് എന്റെ നേരെ വരാൻ ഞാൻ നായാണെന്ന്.
പുള്ളിയുടെ കയ്യിലാണെങ്കിൽ വലിയ വേല, പിന്നെ താമര ശിരസ്ത്രം, കാൽച്ചട്ട, ചുള്ളി താമര കൊണ്ടൊരു വേല, കുന്തത്തിന്റെ തണ്ട് നെയ്ത്തുകാരന്റെ പട്ടപ്പതിന്റെ പോലെ, ഇതൊക്കെ വലിയ സന്നാഹത്തോടാണ് നിൽക്കുന്നത്. ഒരു വലിയ അരിയക്കാരനും അതിന്റെ മുന്നിലുണ്ട്. അന്നേരം ആ പയ്യനെ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അവന്റെ കയ്യിലൊരു വാടി, പിന്നെ 4-5 കല്ല് എന്നിട്ട് അത് തോട്ടി നിർത്തണം. 4-5 കല്ല് 5 എടുക്കാൻ അനുവദിക്കുക. ഒരെണ്ണം കൊണ്ട് ഇടപാട് തീർക്കും. അപ്പൊ ഈ നിസ്സാര വസ്തുക്കളെ കൊണ്ട് ദൈവം ചെയ്യുന്നു. സ്തോത്രം, സ്തോത്രം. അപ്പോൾ നാം ദൈവസന്നിധിയിൽ നമ്മെ ഒന്ന് സമർപ്പിച്ചു കൊടുത്താൽ ദൈവം തന്റെ കരത്തിലെടുത്ത് നമ്മളെ ഉപയോഗിക്കും. 1-ാം അധ്യായത്തിൽ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. 2-ാം അധ്യായത്തിൽ തിരഞ്ഞെടുത്ത നമ്മളെ കൈവിട്ടിൽ സ്വർഗത്തിൽ ഇരുത്തി. 2:7 അങ്ങനെ വായിക്കുന്ന സ്വർഗത്തിൽ ഇരുത്തി. വായിച്ചേ. ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്യും. നമ്മളെ ഇരുത്തിയിരിക്കുന്ന സ്വർഗത്തിലായി. ഇതിപ്പോ കണ്ടാലെന്ന് തോന്നുകയല്ല, പക്ഷെ സ്വർഗത്തിലായി ഇരുത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ സ്വർഗ സന്തോഷം ലഭിച്ചു. ഒരു കാലത്ത് മരണഭീതിയും ചിത്തപ്പുറമോ ആകുല ചിന്തകളുമായിട്ട് നമ്മൾ നടന്നതാണ്. എവിടെ ചെന്നാൽ രക്ഷപ്പെടും, ആരെ കണ്ടാൽ രക്ഷപ്പെടും, എന്തോ ചെയ്താൽ രക്ഷപ്പെടും. എവിടെല്ലാം നമ്മൾ ഓടി, ഇല്ലേ? നാട്ടിലൊക്കെ ചിന്തിച്ച് എവിടെല്ലാം നമ്മൾ ഓടി, അങ്ങോട്ടോടി ഇങ്ങോട്ടോടി, എവിടെല്ലാം പോയി. ഒരു ഗുണവും വന്നില്ലെന്നുള്ളതാണ്. സ്തോത്രം. കിഴക്കോട്ട് പോയവരുണ്ട്, പടിഞ്ഞാട്ട് പോയവരുണ്ട്, വടക്കോട്ട് പോയവരുണ്ട്. വടക്കോട്ട് അധികം പോയിരിക്കുന്ന നല്ലത് പരിവകേടാ. മനസ്സിലായല്ലോ? എങ്ങോട്ട് പോയാലും ശരിയാകുകയല്ല. തെക്കോട്ട് പോയി തെക്ക് ഒരു തള്ള, കിഴക്കൊരുത്ത് ഒരു ആള്, വടക്ക് വേറൊരു തള്ള, പടിഞ്ഞാറ് വേറെ പുള്ളി എന്ന് ഞാൻ പറയുന്നില്ല. സ്തോത്രം. ഒരു ഗുണവും വന്നില്ല. സകല മുഖവും വളരെയിരിക്കുന്നതാണ്. ഒരു ഗുണവും വന്നില്ല. അങ്ങനെ കർത്താവിന്റെ സ്നേഹം നമ്മെ തേടിയെത്തി. നമ്മൾ എവിടെല്ലാം പോയി എന്തെല്ലാം ചെയ്തു. ദൈവം അല്ലാത്തതിനെല്ലാം നമ്മൾ എന്തെല്ലാം ചെയ്തു. നിങ്ങളുടെ ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചത്. എന്നാൽ അന്ന് ദൈവത്തെ അറിയാതെ, എന്നാൽ അന്ന് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ കാര്യമാണ് ദൈവത്തെ അറിയാതെ എന്ന് പറഞ്ഞാൽ സത്യദൈവത്തെ അറിയാതെ. സത്യദൈവത്തെ നമുക്ക് അറിയത്തില്ലായിരുന്നു ഒരു കാലത്ത്. അതുകൊണ്ട് നമ്മളെക്കാൾ കഴിവും ശക്തിയുള്ളതെല്ലാം ദൈവമാണെന്ന് നമ്മൾ വന്ന് ധരിച്ചു. നമ്മളെക്കാൾ ശക്തി ഇച്ചിരി മിടുക്കുമൊക്കെ ഉണ്ട്, നമ്മൾ ഉടനെ അവരെ അങ്ങ് ദൈവമാക്കി. ഇപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ ആത്മീയ ലോകത്തുമുണ്ട്. ചിലരെ അങ്ങ് ദൈവമാക്കി വെച്ചിരിക്കുക. യേശു വന്നെന്ന് പറഞ്ഞാൽ യാതൊരു സന്തോഷവും ഭയവും പ്രത്യാശയില്ല. എന്നാൽ ഇന്ന വാസു വരുന്നെന്ന് പറയുമ്പോൾ ഇവത്തോ മനുഷ്യനല്ല. നിങ്ങൾ ശ്രദ്ധിച്ച്, യേശു വന്നിട്ടുണ്ട്. യേശു വരിക പോവുകയോ ചെയ്യും. എവിടെയും വരിക പോവുകയോ ചെയ്യില്ല. മറ്റേ പാസ്റ്റർ വന്നു. അതാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? പ്രത്യേകം പരിവേഷമൊക്കെ കൊടുത്ത് വേദപുസ്തകം ഇതൊന്നും അനുവദിക്കുന്ന കാര്യമല്ല. തന്റെ മഹത്വം ദൈവം ആർക്കും വിട്ടുകൊടുക്കുക. ഞാൻ എന്നെ കൂടെ പ്രതിയാക്കിയാ പറഞ്ഞു. ഞാൻ മിക്കവരോട് പറയും, എന്നെ കൂടെ പ്രതിയാക്കിയത് ഇത്തിരി പരിവേഷം കൊടുക്കരുത്. സ്തോത്രം. ഇത്തിരി പരിവേഷം കൊടുക്കരുത്. ദൈവദാസൻ, ദൈവദാസി ബഹുമാനിക്കണം. ബഹുമാനിക്കരുതെന്നല്ല പറഞ്ഞ, ആരാധനയ്ക്കും മഹത്വത്തിനും എല്ലാം യോഗ്യം ദൈവം. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം വേറെ ആർക്കും വിട്ടു കൊടുക്കരുത്. ബഹുമാനിക്കണം, നമ്മളെ ആദരിക്കണം. അതൊക്കെ ശരി. ദൈവത്തിന്റെ മഹത്വം കവർന്നെടുക്കരുത്. അവിടുന്ന് മാത്രം ആരാധനയ്ക്കും സ്തുതിക്കും ബഹുമാനത്തിനും യോഗ്യം. വേറെ പരിവേഷമൊന്നും കൊടുക്കരുത്. അപ്പം ഒരു കാലത്ത് നമുക്ക് ഇതൊന്നും അറിയത്തില്ല. അതവിടെ വായിക്കുക. എന്നാൽ അന്ന് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, അതാ അന്ന്. എന്നാൽ അന്ന് നിങ്ങൾ നമ്മുടെ ദൈവത്തെ അറിയാതെ, സത്യദൈവം ഏതാണെന്ന് നമുക്ക് ഒരു കാലത്ത് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ എവിടെല്ലാം പോയി എന്തെല്ലാം ചെയ്തു. വല്ല ഗുണവും വന്നോ? ഒരു ഗുണവും വന്നു. ആണ്ടോടാണ്ടിന് ചെയ്തവരുണ്ട്. പിന്നെ അടുത്ത കൊല്ലം വരുമ്പോൾ പിന്നെ ചെയ്യാം. മാസാമാസം ചെയ്യുന്നവരുണ്ട്. ഗുണമൊന്നും വരുന്നില്ല. കയ്യിരിക്കുന്ന കാശും പോയി നിരാശപ്പെടുന്നതല്ലാതെ ഒരു സമാധാനം. അങ്ങനെ നമ്മൾ ആ ക്രിസ്തു നമ്മുടെ സമാധാനം. സ്തോത്രം. യേശു നമ്മുടെ ഉള്ളത്തിൽ വന്നു. നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക്, ഈ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്ത ഒത്തിരി ആൾക്കാർ ദൈവം കളിക്കുന്നുണ്ട്.
സ്വഭാവത്താൽ ഇവര് ദൈവമല്ല, എന്നാലും അങ്ങ് ദൈവം കളിക്കുക. അടുത്ത കാലത്ത് കേട്ടതാ ദൈവത്തിന് കോവിഡ് ആയതുകൊണ്ട് വെളിയിൽ ഇറങ്ങാൻ വേണ്ട. ഇപ്പൊ ദൈവം ആർക്കും അങ്ങനെ ദർശനം, ദൈവത്തിന് വരെ ആ കോവിഡിനെ പേടി, എന്തോ ദൈവമാണ്. പിന്നെ നമ്മൾ കണ്ടു ദൈവം മാസ്ക് ഒക്കെ വെച്ചു, അതൊക്കെ കണ്ടോ സ്വഭാവത്താൽ തോന്നുന്നു. പണ്ട് പേപ്പർ വായിച്ചതാ ദൈവം വെന്റിലേറ്റർ കയറിയെന്ന്. അവൻ ഡോക്ടർ ചോദിച്ചു ഇപ്പൊ എങ്ങനെയുണ്ട് ദൈവത്തിന്? വലിയ കൂടുതലാണ്, ദൈവം ഒരാഴ്ചയിലേക്ക് വന്ന് സ്വഭാവത്താൽ ഇവരാരും ദൈവമല്ല. അല്ല, നമ്മൾ വായിക്കുന്നില്ലേ ദൈവത്തിന്റെ കൂടെ ഒരാളുണ്ട്, എന്നാ ദൈവത്തിന് ഭാഷമില്ല. മതാമ തിരുത്തിരാന്ന് ചോദിക്കുമ്പോ ദൈവം കിടന്ന് കണ്ണു പരിഭാഷയ്ക്ക് ഒരാള് ഇതൊക്കെ മനസ്സിലാകുന്നില്ലേ? സ്വഭാവത്താൽ ഇതൊന്നും ദൈവമല്ല. സ്തോത്രം. ദൈവത്തിന്റെ ശ്വാസം മുട്ടല് ചൂടിലേക്ക് വലിയ ശ്വാസം തരുന്നു. സ്തോത്രം. എവിടെ പോകും? ആടിയേറ്റം പോവാം. ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ. ഏകസത്യ ദൈവമൊന്ന്, ഏകരക്ഷിതാവും ഒന്ന്, ഏകസത്യവേദമൊന്ന്, ഏകരക്ഷാമാർഗമൊന്ന്, ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ. ദൈവം ഒരുവനേ ഉള്ളൂ, ഏകദൈവം, നിത്യദൈവം. ആ അറിവുണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നു, ശ്രീനാരായണ ഗുരു. നല്ല അറിവും വിവരവുമായിരുന്നു അദ്ദേഹത്തിന്. അങ്ങേക്ക് തീർത്ത് കാര്യം പറഞ്ഞു. ഒരു ജാതി, ഒരു മതം, അത്രയും വിവരം പോലും ക്രിസ്ത്യാനി എന്ന് പറയുന്നതിന് ഉമ്മ 5-8 മീറ്ററിന്റെ തുണിയും തയ്പ്പിച്ചിങ്ങനെ നടക്കുന്നതല്ലാതെ കടല് മുതൽ വട്ടം സാ നിങ്ങൾക്ക് മനസ്സിലാകാൻ ദൈവത്തിന് പകുന്നു. ആ നല്ല മനുഷ്യൻ തീർത്ത് പറഞ്ഞിട്ട് ദൈവത്തിന് കൊടുക്കുന്നു. അത് തന്നെ വേദപുസ്തകത്തിൽ പറഞ്ഞു. ദൈവം ഏകനാണ്, സത്യദൈവം, നിത്യദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള ദൈവം. അതാരാന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തുവാണ്. ഒരു വാക്യം വായിക്കോ, തീത്തോസ് 2:11 മുതൽ വായിച്ചു. തീത്തോസ് 2:11. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഒത്തിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ. അപ്പോൾ മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തു. എനിക്ക് ഇതൊക്കെ പാടണമെന്നുണ്ട്, നിങ്ങൾക്കറിയാമോ? നിങ്ങളും പാടണം. മനസ്സലിവിൻ മഹാദൈവമേ കന്യകമേ കരുണാനിധേ, മനസ്സലിവിൻ മഹാദൈവമേ കന്യകമേ കരുണാനിധേ. മൺമറഞ്ഞ അടുത്ത കാലത്ത് മൺമറഞ്ഞ ഭക്തവത്സലൻ ദൈവദാസൻ എന്ത് ഭംഗിയായിട്ടാണ് പാടുന്നത്. ഞാൻ ചിലപ്പോൾ പറയാനുണ്ടാവും, ഒരൊറ്റ പാട്ട് മതി, നല്ലൊരു മെസ്സേജാണ്. ചില പാട്ടുകളൊക്കെ ഒരു പാട്ട് പാടി നല്ല മെസ്സേജാണ്.
ഇപ്പോഴത്തെ എല്ലാ പാട്ടുമല്ല, ഇപ്പോഴത്തെ പാട്ടെല്ലാം മോശമല്ല, ചില നല്ലതാണ്. എന്നാലും മിക്കതിനകത്ത് മെസ്സേജ് ഒന്നുമില്ല. ഈ പാട്ട് നിങ്ങൾ ഇപ്പോഴത്തെ പാട്ട് മിക്കത് അതിനകത്ത് 4-5 പദം ഇട്ടിട്ടുണ്ട്. കഷ്ടത, രോഗം, ഭാരം, വേദന, ചോദന, ഇവിടെ ചോദനയാണ്, ഇങ്ങനെയുള്ള 4-4 പദങ്ങളല്ലേ ഉള്ളത്. കഷ്ടത, വേദന, ശോധന, ഭാരം, രോഗം, പ്രയാസം, ഇങ്ങനെ 3-4 പദങ്ങളാണ്. അല്ലാതെ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ തിരുവചനത്തിന്റെ ഉപദേശ വിഷയമായ പാട്ടുകളില്ല. ഇപ്പൊ ഇറങ്ങുന്ന പാട്ടുകളിൽ മിക്കതും, എല്ലാം മോശമാണെന്നല്ല, അതേസമയം പഴയ പാട്ടുകളൊന്നും എടുത്ത് മുഴുവൻ ഉപദേശങ്ങളും നല്ല അടുക്കിടക്കായിട്ടാണ്. അതിലെ പഴയത് പാടുമ്പോൾ ഇപ്പോഴൊരു ചൈതന്യമല്ലേ അനുഭവിക്കുന്നവർക്കറിയാം. അപ്പം ഭക്തവത്സൻ എന്ന് പറയുന്ന ദേവദാസൻ എന്ത് നന്നായിട്ട് അത് പാടുന്നത്. ചില പാട്ടുകളൊക്കെ നല്ലൊരു മെസ്സേജാണ്. ചിലപ്പോൾ നമ്മളെ ധൈര്യപ്പെടുത്തുന്ന ഒരു പാട്ടിന്റെ വരിയാണ്. പാട്ടിന് വളരെ സ്ഥാനമുണ്ട് വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ. സ്വർഗത്തിൽ ചെന്ന പ്രസംഗമില്ല, പക്ഷെ പാട്ടുണ്ട്. പ്രസംഗമല്ല ഇവിടം കൊണ്ട് ഇല്ല, പക്ഷെ അവിടെ ചെല്ലുമ്പോഴും ഒടുവിലൊരിക്കൽ നിൻ അരികിലാണേയും ഞാൻ, ഒടുവിലൊരിക്കൽ നിൻ അരികിലാണേയും ഞാൻ, അവിടെയും പാടും നിന്നതിശയ സ്നേഹത്തെ, അവിടെയും പാടും നിന്നതിശയ സ്നേഹത്തെ, ശ്രീയേശുനാഥൻ സ്നേഹം സ്വർഗ്ഗമോടി വെടിഞ്ഞു എന്നെ തേടി ധരയിൽ വന്ന, തേടി ധരയിൽ വന്ന ശ്രീയേശുനാഥൻ സ്നേഹം. പാട്ടുകാരൻ ചെറിയാത്തിന്റെ പാട്ടാ, അവിടെയും പാടും ഞാൻ നിന്നെ അതിശയ സ്നേഹത്തെ. അപ്പൊ അവിടെ പാട്ടാ. 15-ാം അധ്യായത്തിൽ കാണുന്നുണ്ടല്ലോ വെളിപ്പാട് പുസ്തകത്തിൽ വീണ പിടിച്ചുകൊണ്ട് വൈദികന്മാര് പടങ്ങ നദിയുടെ തീരത്ത് നിന്ന് മോശയുടെ പാട്ട് അങ്ങനല്ലേ 15 നിന്ന് മുതൽ വായിച്ചു. വെളിപ്പാട് മുതൽ വായിച്ചു. ഞാൻ വലുതും അത്ഭുതവുമായ മറ്റൊരു അടയാളം സ്വർഗ്ഗത്തിൽ കണ്ടു. ഒടുക്കത്തെ 7 പാതയുള്ള 7 ദൂതന്മാരെ തന്നെ. അതോടുകൂടെ ദൈവക്രോധം തീർന്നു. തീ കിടന്ന പളുങ്കുകടൽ പോലെ ഒന്ന് മൃഗത്തോടും, പളുങ്കുകടൽ പോലെ ഒന്ന് മൃഗത്തോടും അതിന്റെ പ്രതിമയോടും പേരിന്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിന്റെ വീണകൾ പിടിച്ചുകൊണ്ട്. ജയിച്ചവരെ പാട്ട് പാടുന്ന ആരാന്ന് ഓർത്തോണേ. ഇവിടെ പാട്ട് പാടുന്ന മിക്ക ആൾക്കാര് തോറ്റ് തുന്നം പാടിയ ആൾക്കാരെ എല്ലാരും അല്ല, മിക്കതും. മാർക്കൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അവിടെ അങ്ങനല്ല. ജയിച്ചവരാ. നിങ്ങള് വെളിപ്പാട് പുസ്തകം ഓരോ അധ്യായം, ആദ്യത്തെ 2 അധ്യായത്തില് വിശേഷിച്ച് 2-3 അധ്യായം ഒക്കെ പഠിച്ച 7 ദൂത, എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക, 7 സഭ. 7 സഭയ്ക്കും കൊടുക്കുന്ന ഉപദേശം ജയിക്കണമെന്നാണ്. ഈ ജയിച്ചവരാ അവിടെ പറഞ്ഞത്. എല്ലാ സമയം നിങ്ങൾ ഈ എഫെസോസ് എടുത്ത് എഫെസോസിന്റെ ഉള്ളിലുണ്ട് ജയിച്ചവര് ഇല്ലേ, വായിച്ചേ. ജയിച്ചവരെന്ന് പദമുണ്ടല്ലോ. അല്ലെന്ന് ഒടുവിൽ ജയിച്ചവര്, ജയിക്കുന്നവൻ സ്മുർണായോടും ഉണ്ടല്ലോ ജയിക്കുന്നവൻ. ജയം എന്നവിടെ പദമുണ്ട്. ജയിക്കുന്നവന് 2-ാം മരണത്തെ ദോഷമെന്നും പെർഗമോസിലും ഉണ്ട്. മന്ന ജയിക്കുന്നവന് കൊടുക്കും. സ്മുർണ തുയതൈരയിലുള്ളൂ. ജയിക്കുകയും അവിടെ ജയിക്കുന്ന. പിന്നെ അടുത്തത് സർദീസ്, അവിടെയും ജയിക്കുന്നവനാ. വെള്ളവെടുപ്പിന്റെ കാര്യമാണ് അവിടെ നിൽക്കട്ടെ. പിന്നെ അടുത്തത് ഫിലദൽഫിയ, അവിടെയും തൂണാക്കും, ജയിക്കുന്നവനാ. പിന്നെ ലവോദിക്ക, അവിടെ 7 സഭയോടും ജയിക്കണമെന്നാണ്. ജയിക്കുന്നവരെ അവനെ അങ്ങനെ പറയാൻ കാര്യം, കർത്താവ് ജയിച്ചവനാ. 3:20-21 വായിച്ചു.
ജയിക്കുന്നവന് ആ. എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വരം നൽകും. അടുത്തത് ഞാനും ജയിച്ച എന്റെ പിതാവിനോട് കൂടെ അവന്റെ സിംഹാസനത്തിൽ ഞാനും ജയിച്ച എന്റെ പിതാവിനോടുകൂടെ അവിടുത്തെ സിംഹാസനത്തിൽ. അവ ഈ അരുളി ചെയ്യുന്ന കർത്താവ് ജയിച്ച ആളാ. ആ കർത്താവിനെ സേവിക്കുന്നവരും ജയിക്കണം. അങ്ങനെ ജയിച്ചവരെല്ലാം കൂടെ ആ സ്വർഗത്തിൽ ചെന്ന് എന്തിനെയൊക്കെയാ ജയിക്കണ്ടേ? എന്റെ വിഷയമല്ലെങ്കിൽ ഇടയ്ക്ക് കയറി എന്ന് പറയാം. ഏഴ് സഭയോട് ബന്ധപ്പെട്ട് പറഞ്ഞാൽ പലരെയും ജയിക്കേണ്ടതുണ്ട്. ഒന്ന്, കള്ളയപ്പോസ്തലന്മാരെ ജയിക്കണം. വേഷം കെട്ടി വരുന്ന പല ആൾക്കാര് ഫുൾ കൈയൊക്കെ ഇട്ട് മീശയൊക്കെ പഠിച്ച് ഒത്തിരി ആൾക്കാർ ഇറങ്ങും. ആസാൻ പറഞ്ഞ നോട്ടീസിലൊക്കെ പേര് കാണാം, അപ്പോസ്തലൻ ഡോക്ടർ റവറൻ ഇന്നയാളെന്ന്. പരീക്ഷിച്ച് ശരിയാണോ നോക്കണം. അപ്പോസ്തലൻ തന്നെയാണോ? കള്ളയപ്പോസ്തലന്മാരെ ജയിക്കണം. എന്റെ വിഷയമല്ലെന്ന് എനിക്കറിയാമെങ്കിലും പെട്ടെന്നൊരു നിയോഗം വന്നോണ്ട് ആ ഭാഗത്തോട്ടൊന്ന് പോയതാ. കള്ളയപ്പോസ്തലന്മാർ. അപ്പോസ്തലന്റെ ലക്ഷണം എന്നാ? അപ്പോസ്തലന്റെ ലക്ഷണം പരവസത്തിൽ നിന്ന് പറയണം. വില കൂടിയ വണ്ടി, ഏറ്റവും വില കൂടിയ മൊബൈലും, കൂടെ അമേരിക്കയിൽ ഇന്തോനേഷ്യയിലും ഒക്കെ ഇങ്ങനെ കാലുറപ്പിക്കാതെ പായുകയും. സ്തോത്രം. ഓരോ പ്രാവശ്യം പോയിട്ട് വരുമ്പോൾ അപ്പോൾ സ്ഥലം വാങ്ങുകയും. അപ്പോസ്തലനെ പിന്നെ അങ്ങനല്ലേ അപ്പോസ്തലൻ. അപ്പോസ്തലന്റെ ലക്ഷണം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെടുന്നുണ്ടല്ലോ. അപ്പോസ്തലിക ശുശ്രൂഷ നടക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. അത് തീർന്നിട്ടൊന്നുമില്ല. പക്ഷെ ആ പേരിൽ ഇപ്പൊ ഒത്തിരി ഈ തട്ടിപ്പ് നടക്കുന്നുണ്ട്. അത്ഭുതങ്ങളും കർത്താവിന്റെ വരവ് വരെ നടക്കും. കാരണം ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. പേര് തന്നെ അതിശയം വന്നില്ലേ? മനോഹരുടെ വീട്ടിൽ വന്നപ്പോ ചോദിച്ചു പേരെന്താ? ഭാര്യയും ഭർത്താവും കൂടെ ആദ്യം അമ്മാമേട്ടത്തിലാണ് വന്നത്. മാമ കാര്യമൊക്കെ പറഞ്ഞു വെച്ചു. പിന്നെ അച്ചായൻ വന്ന അമ്മാമല്ല അമ്മാമ അച്ചായൻ വന്നാണ് പറഞ്ഞത്. ഇല്ല, ഒരാളിവിടെ വന്നായിരുന്നെന്ന് പറഞ്ഞു. ഇന്നത്തെ അമ്മാമ എന്ന് പറയണ്ടേ, നീ ഇവിടെ വന്ന കാര്യം അച്ചായൻ ഒരു കാരണവശാലും അമ്മ ഞാൻ പറയത്തില്ല, ഞാനും പറയുകയാണ് പറഞ്ഞാൽ മതി. ഈ അമ്മ അങ്ങനല്ല. ഭർത്താവ് മനോഹ വന്നെ പറഞ്ഞു. ഒരാളപ്പം മനോ ചോദിച്ചു, പേര് ചോദിച്ചില്ലായിരുന്നു. നമുക്ക് പഠനകാര്യം നടക്കുമ്പോൾ ഒരു സമ്മാനം, ഒരു പാരിതോഷികം കൊടുക്കും. പേര് പറഞ്ഞു. ഞാൻ വെച്ചാൽ പേര് പിന്നെ അത് മാനോഹായിക്കും വെളിപ്പെട്ട വെച്ച് പേരെന്താണ്? എന്റെ പേര് അതിശയമാണ്. അതാ യെശയ്യാവിൽ ഇരിക്കുന്ന അത്ഭുത മന്ത്രി. സ്തോത്രം. അത്ഭുത മന്ത്രി. അപ്പോൾ അപ്പോസ്തലിക ശുശ്രൂഷയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കണം. ഉപദേശത്തിൽ തിട്ടമുള്ള ആളായിരിക്കണം. ഒത്തിരി കാര്യം പറയേണ്ടതുണ്ട്. ആ ഭാഗം ഒന്ന് വിടുക. അതാ അപ്പോസ്തലിക ശുശ്രൂഷ. അപ്പോൾ ആദിമ സഭയിൽ കള്ളയപ്പോസ്തലന്മാര് ഉണ്ട്, ഇന്നും ഉണ്ട്. ഒരു പാട്ടിന്റെ വരി ഓർമ്മയുണ്ട്, സൈമൺ സാർ എഴുതിയതാ. കള്ളയപ്പോസ്തലർ വെള്ളവേഷം ധരിച്ച്, കള്ളയപ്പോസ്തലർ വെള്ളവേഷം ധരിച്ചുള്ളൊരു നാളിലും നീ കാന്തേ നീ കേൾക്ക കാമിനി മൗലി. അതാ പാട്ടിന്റെ വരി. എടുത്ത് പാടാൻ പറ്റും. കാന്തേ നീ കേൾക്ക കാമിനി മൗലേ, കാന്തേ നീ കേൾക്ക കാമിനി മൗലേ. അപ്പോൾ കള്ളയപ്പോസ്തലന്മാരെ തിരിച്ചറിയണം, അവരെ ജയിക്കണം. അവരുടെ പിടിയിൽ ചെന്ന് വിട്ടുപോകരുത്. അതാ ജയിക്കുന്നവരവിടെ ചെന്ന് പാടുന്നത്.
ഒന്ന്, കള്ളയപ്പോസ്തലന്മാരെ ജയിക്കണം. ഈ കാലത്ത് ഒത്തിരി കള്ളയപ്പോസ്തലന്മാരുണ്ട്. വേഷമൊക്കെ ഏതാണ്ട് ഒരുപോലെ. അപ്പോസ്തലന്റെ ശുശ്രൂഷ ഉപദേശപരമായ വിഷയത്തിൽ അറിവുണ്ടായിരിക്കണം. ഉപദേശം അറിഞ്ഞാണ്. അപ്പസ്തോലൻ ചെന്ന ഭാഗത്തേക്ക് ഞാൻ പിന്നെ വരുന്നുണ്ട്. ഉപദേശം പക്ഷേ വന്നപ്പോഴോട് ഉപദേശം സ്ഥാപിച്ചു, തെളിയിച്ചു. സ്തോത്രം. അവിടെ ഞാൻ വിവരിക്കുന്നില്ല. കർത്താവിന് മഹത്വം. സഭയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ അത് പരിഹരിക്കണം. അതാണ് അപ്പോസ്തലിക ശുശ്രൂഷ. നാട്ടിൽ ഇവിടുത്തെ ഒന്നും എനിക്കറിയത്തില്ല. നാട്ടിലേക്ക് ഒരു സമയത്ത് ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് അപ്പോസ്തലൻ വന്ന് ചോദിച്ചു, നിങ്ങൾ എത്ര കുടുംബമുണ്ട്? ഞങ്ങൾ 18. അവരെത്രയുണ്ട്? 8. അപ്പം 18കാര് രാവിലെ 7 മണിക്ക് തുടങ്ങണം, 8കാര് വൈകിട്ട്. ഈ 18 തൊട്ട് ഒരു തരത്തിൽ ഓടിക്കുകയില്ല. ഉടനെ കേന്ദ്രത്തിൽ അറിവ് കൊടുക്കും, നമുക്ക് പുതിയൊരു വേലയും കൂടെ. എങ്ങനെ വേല നിങ്ങളൊക്കെ ഇങ്ങനെ സുഹൃത്തുക്കൾ വാക്യങ്ങൾ ഒത്തിരി ഉണ്ട്. പഠിപ്പിക്കാൻ നേരമില്ലാത്തത് കൊണ്ട് അപ്പോസ്തലിക ശുശ്രൂഷ. അപ്പൊ കള്ളയപ്പോസ്തലന്മാരെ തിരിച്ചറിഞ്ഞ് അവരെ ജയിക്കണം. അങ്ങനെ ജയിക്കുന്നവരെ അവിടെ പാടുന്നു. എല്ലാ കാര്യവും പറയുന്നില്ല. അടുത്തത് എഴുതിയിട്ടുണ്ട്. ഈ ബിലിയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്ന ഒരു സഭയ്ക്കകത്തുണ്ട്. ബിലിയാമിന്റെ ഉപദേശം ആരെ വേണേലും കേട്ടാ, എങ്ങനെ വേണേലും കേട്ടാ. അതാ ബിലിയാമിന്റെ ഉപദേശം. മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചു തിരുമേശ് കിടക്കുന്ന ഒരു ദൈവ പൈതൽ ഈ വിധ അനുഭവത്തിൽപ്പെടാത്ത ഒരു വ്യക്തിയുമായി ബന്ധത കൂടാൻ പ്രമാണമില്ല. അതാ ഉപദേശം. എന്നാൽ ബിലിയാം പറഞ്ഞത്, ബിലിയാം കൊണ്ട് ഒപ്പിച്ചു കൊടുത്തു, കുഴപ്പമില്ല, കിട്ടിക്കോണം. 1, 2, 3 കിട്ടിക്കോ. അതിന് കിട്ടിക്കാരൻ പാർഷന്മാരും ഇനിയിപ്പോ മാല ഇട്ട് കെട്ടിക്കണം. ഓ റെഡി. മിന്നു കെട്ടണം, വാഴ്ത്തി തരണം. വാനം നിന്നോ. അതാണ് ഇതെല്ലാം ഒത്തിരി ആകെ പരിവക്കേടായെന്ന്. എല്ലാം ആള് റെഡിയായിട്ടിരിക്കുക. പറയുന്ന കാശ് കൊടുക്കാൻ മതി. ഒരാൾ ചോദിച്ചു, ഇത് കല്യാണം നടത്തുന്നതായത് മതി, ഒന്നെങ്കിൽ എനിക്ക് മാനം വേണം, ഇല്ലേ പണം വേണം. ഈ കല്യാണം നടത്തിയ എന്റെ മാനം പോകും. അപ്പൊ പിന്നെ എനിക്ക് ആവശ്യം ഒന്നേ മാനം വേണമില്ലേ പണം വേണം. ഈ കല്യാണം നടത്തിയ എന്റെ മാനം പോകും. അപ്പൊ പിന്നെ എനിക്ക് എന്നാ വേണം? എല്ലാവരും വലിയ സങ്കടപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന് മഹത്വം. ബിലിയാമിന്റെ ഉപദേശം, ബിലിയാമിന്റെ ഉപദേശം അന്യജാതിയിൽ നിന്ന് കല്യാണം കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ബിലിയാം നല്ല കാര്യമൊക്കെ ആദ്യം പറഞ്ഞത്. പോകാൻ നേരത്ത് അവൻ പൂളപ്പിച്ചു പോയത്. ഞാൻ വേദപുസ്തകം മുഴുവൻ ഇങ്ങനെ ആ ഭാഗം വായിച്ചു. ബിലിയാം ഇവിടെ ഈ ദുരുപദേശം പറഞ്ഞതായിട്ട് ഓടിച്ചു വായിച്ചു. അതൊന്നും കാണുന്നില്ല. പറഞ്ഞതെല്ലാം നല്ല കാര്യമല്ലേ? ആ 23:7 വായിച്ചേ. എല്ലാം നല്ല കാര്യമാണ് പുള്ളി പറഞ്ഞു. ഏത് 23-ആയിരിക്കും? സംഖ്യാപുസ്തകം 23 വർഷം ഒരുപാട് വരുന്നത്. അപ്പോൾ അവൻ സുഭാഷിതം ചൊല്ലി സുഭാഷിതം, നല്ല പദമാ സുഭാഷിതം, നല്ല കാര്യമാണ്. 23:18 വായിച്ചേ. സുഭാഷിതം ചൊല്ലി. സുഭാഷിതം നല്ല കാര്യമാണ് പറഞ്ഞത്. 24:3 സുഭാഷിതം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ 3 വാക്യത്തിൽ എങ്ങനെ എഴുതിയേക്കുന്നത്? സുഭാഷിതം, സുഭാഷിതം, നല്ല കാര്യം.
ഇതെല്ലാം പറഞ്ഞ് ഇവൻ പോകുന്ന ഒരു കൂട് വെച്ച് പോയി. അതാ 24-ാം അധ്യായത്തിന്റെ 23 എന്നൊരു ഡൗട്ടുണ്ട്. പിന്നെ അവൻ ഈ സുഭാഷിതം ചൊല്ലിയത് നന്നായിട്ടൊന്ന് വായിച്ചേ. പിന്നെ അവൻ അല്ലല്ല, നിങ്ങൾ ആശയത്തോട് ചേർത്ത് വായിക്കണം. പിന്നെ അവൻ ഈ സുഭാഷിതം ചൊല്ലിയത്. പിന്നെ അവൻ ഈ സുഭാഷിതം കൊടുക്കുക, അത് അവൻ്റെതാണ്. മറ്റ് 3 വാക്യത്തിലും അവൻ സുഭാഷിതം നല്ല നല്ല കാര്യങ്ങൾ പറയും. ഇസ്രായേലിന്റെ യാക്കോബിന്റെ കൂടാരങ്ങൾ എത്ര മഴ, യാക്കോബിന് തിന്മയേക്കൽ, കറ്റത്ത് ഏൽക്കുകയില്ല, ആവിചാരം പറ്റത്തില്ല, ലക്ഷണവിദ്യ വലിക്കത്തില്ല, ഇതാ തനിച്ചു പാർക്കുന്ന ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടും, ജാനപോലെ അവരുടെ മധ്യമുണ്ട്, ദൈവങ്ങളുടെ കൂടെയുണ്ട്, ചന്ദനത്തൈകൾ പോലെ, ജലാന്തിക്ക് വരുന്ന ദേവതായ പോലെ, ഇങ്ങനെയൊക്കെ നല്ല നല്ല സുഭാഷിതങ്ങൾ അങ്ങോട്ട് ചൊല്ലി 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 അവസാനം പോകാൻ നേരത്ത് പിന്നെ അവൻ ഈ സുഭാഷിതം ഇതിലൂടെ വെച്ചു കൊടുത്തത് എന്നതാ. നിങ്ങള് ഈ ബിലിയാമിന്റെ ആ വിഷയം പഠിക്കുമ്പോൾ 3 പദമാണ് വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. ബിലിയാമിന്റെ വഞ്ചന, ബിലിയാമിന്റെ ഉപദേശം, ബിലിയാമിന്റെ വഴി. പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-15 ഒന്ന് വായിച്ചു. അടുത്തത് അവർ നേർവഴി വിട്ട് തെറ്റി ബെയോരിന്റെ മകനായ ബിലിയാമിന്റെ വഴിയിൽ നടന്നു. ബിലിയാമിന്റെ അവിടെ വായിക്കുന്ന ബിലിയാമിന്റെ വഴി. ഇനി യൂദ 11 വായിച്ചേ, 14 വായിച്ചു. യൂദ 14 ബിലിയാമിന്റെ അത് എത്ര വാക്യം മോനെ? 11. അവർക്ക് അയ്യോ കഷ്ടം. അവർ കായിന്റെ വഴി വിട്ട് നടക്കുകയും കൂലി കൊതിച്ച് ബിലിയാമിന്റെ വഞ്ചന. മുമ്പേ വായിച്ചത് ബിലിയാമിന്റെ വഴി, ഇവിടെ വായിക്കുന്നത് ബിലിയാമിന്റെ വഞ്ചന. ബിലിയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു. ഇനി വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 14-15 അല്ലേ? ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം ഇങ്ങോട്ട് നോക്കിക്കേ. എല്ലാം ഒന്നും തിന്നാനും കുടിക്കാനും കൂടാനും ഒന്നും പ്രമാണമില്ല. മനസ്സിലായി കാണുമല്ലോ. സ്തോത്രം. കഴിച്ചാന്ന വമ്മിയിരിക്കുന്നെന്ന് ഒരു ഡൗട്ടുണ്ട്. സ്തോത്രം. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം പിന്നെ ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വയ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലിയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നത് അവിടെ നിലക്കുണ്ട്. പോകുന്ന പോക്കിന് അവൻ ഈ സുഭാഷിതമുണ്ട്. അതാ കുരുപ്പൊപ്പിച്ചു പോയത്. ഇടർച്ച വെക്കാൻ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെ കെട്ടിക്കോ, കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അവരെ എല്ലാം കൂടെ ഉടുത്തൊരുക്കി ഗവന്മാരുടെ ഇടയിലോട്ട് വിട്ടേക്കാൻ പറഞ്ഞു. ഗവന്മാര് കല്യാണം കഴിക്കും, അതോടെ വേർപാട് തകരും, അപ്പൊ ഇവനെ എല്ലാം അടിച്ചു ഒതുക്കാന്ന് പറഞ്ഞു. പിന്നെ വിശുദ്ധിയും വേർപാടും തകർത്ത് കളയാൻ ഇവൻ ദുരുപദേശം ഒപ്പിച്ചു കൊടുത്തു. ഇതാ ഇപ്പൊ സഭയ്ക്കകത്തെല്ലാം വന്നിരിക്കുന്നത്. നമ്മൾ തീർത്ത് ഉപദേശങ്ങൾ പറഞ്ഞ ഉടനെ അതിന് നമുക്ക് ചില കടപ്പാടുകളൊക്കെ ഇല്ലേ? നമ്മളിപ്പോ അത് ചെയ്യുന്നെങ്കിൽ നമ്മൾ അതിനോട് താല്പര്യമില്ല. നമ്മുടെ ഉള്ളം ദൈവം പിന്നെ ഇങ്ങനെയുള്ള ദുരുപദേശമെല്ലാം കൂടെ പഠിപ്പിച്ചു. ഇങ്ങനെയുള്ള ദുരുപദേശക്കാർ സഭയ്ക്കകത്തുണ്ട്. അങ്ങനെയുള്ള ബിലിയാമിന്റെ ഉപദേശങ്ങളെ ജയിക്കണം. ആദ്യായത്തിൽ വെളിപ്പാടിലുണ്ട് നിക്കലോവിയ ഉപദേശം, അതിനെ ജയിക്കണം. കള്ളയപ്പോസ്തലന്മാരെ ജയിക്കണം, ബിലിയാമിന്റെ ഉപദേശത്തെ ജയിക്കണം. നിക്കലോവിയ ഉപദേശം എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ട് എന്ത് പാപവും ചെയ്യാം, ഒരു കുഴപ്പവും ഇല്ല. ആത്മാവ് രക്ഷപ്പെട്ടല്ലോ. ആത്മാവിന് എങ്ങനെ കുഴപ്പം വരുന്നത്? ശരീരം കൊണ്ട് നമുക്ക് കുടിക്കാം, വലിക്കാം,
കൽപ്പനാലംഘനം നടത്താൻ, കാണാൻ, കൂടാ, ആട, പാട. പണ്ടൊരു പാട്ടുണ്ട്, നാടാൻ, പാട, ആരോമ ചേവക പറഞ്ഞിട്ട്. ഇപ്പൊ സഭയ്ക്കകത്ത് ആടാൻ, പാട, അംഗവും വിട്ട് കഴിയോ? ഏതാണ്ട് നിൽക്കുന്ന ഇപ്പൊ സഭയ്ക്കകത്ത് പാടുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ദൈവത്തിന് മഹത്വം. അവൻ നിക്കലോമിയോ ഇവരൊക്കെ നന്നായിട്ട് പഠിച്ചവരാ. നിക്കലോമിയോ ഉപദേശം എന്ന് പറഞ്ഞാൽ അങ്ങനല്ലേ? ശരീരം കൊണ്ട് എന്തും ചെയ്യും, കുഴപ്പമില്ല. ആത്മാവ് രക്ഷപ്പെട്ടില്ലേ, അതുകൊണ്ട് എന്തും ചെയ്യാം, കുഴപ്പമില്ല. എന്ത് കൂടാം, എന്ത് വേണേലും കുടിക്കാം, വലിക്കാം, കുടിക്കാം, ചെയ്യാം, പോകാം, പ്രവർത്തിക്കാം. ആത്മാവ് രക്ഷപ്പെട്ടില്ലേ? ഇതാ നിക്കലോമിയ ഉപദേശം. ആരാ നിക്കലോമിയ? ഇപ്പം ഒരു വിധത്തിൽ പറഞ്ഞ അത് നല്ല മനുഷ്യനായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിൽ ആദിമസഭയെ പ്രശ്നം വന്നപ്പോൾ മേശമേ ശുശ്രൂഷിക്കാൻ 7 പേരെ തിരഞ്ഞെടുത്തതിൽ ഒരാളായിരുന്നു നിക്കലോവാസ്. വായിച്ച 6-ാം അധ്യായത്തിന്റെ 3 മുതൽ വായിച്ചു. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും അപ്പൊ ആത്മാവ്, ജ്ഞാനം, നല്ല സാക്ഷ്യം. പിന്നെ അടുത്തത് അവരെ ഈ വേലയ്ക്കാക്കാം. ഓടിച്ചു വായി മോളെ. വളരെ ശുശ്രൂഷയിൽ ഉത്തിരിക്കും. അടുത്തത് ബോധിച്ചു. അടുത്തത് അപ്പൊ ആത്മാവ്, ജ്ഞാനം, അല്ലല്ല, ആദ്യം വായിച്ച ആത്മാവും ജ്ഞാനവും നല്ല സാക്ഷ്യവും. ഇവിടെ വായിക്കുന്ന വിശ്വാസവും പരിശുദ്ധാത്മാവും. അപ്പം ആത്മാവ്, ജ്ഞാനം, നല്ല സാക്ഷ്യം, വിശ്വാസം, പരിശുദ്ധാത്മാവ്. 5 കൂട്ടം കാര്യം എന്ന് പറഞ്ഞാൽ 7 പേര്. ഇനി ആ പേര് വായില്: സ്തേഫാനോസ്, ഫിലിപ്പോസ്, പിന്നെ നിക്കോല. അപ്പം ഇവരാണ് ഒടുവിൽ ദുരുപദേശം പഠിപ്പിച്ചത്. ആത്മാവും ജ്ഞാനവും പരിശുദ്ധാത്മാവും വിശ്വാസവും സാക്ഷ്യവും ഉള്ളവർ കുറച്ച് കഴിഞ്ഞപ്പോ പരിപാടിയായി. അല്ല, ആത്മീക ലോകത്തും അങ്ങനെ ആദ്യമൊക്കെ നല്ല തീക്ഷ്ണതയോടെ നിന്ന് എത്ര എണ്ണം ഒടുവിൽ ഇല്ലേ ഭയങ്കര ഉപദേശ വിഷയങ്ങളൊക്കെ പ്രസംഗിച്ച പാസ്റ്റർമാരും കുടുംബങ്ങളും ഒക്കെ ഉണ്ട്. അവരുടെ 2-ാം തലമുറയും 3-ാം തലമുറയും വന്നപ്പോ എല്ലാം ഒരു കാലത്ത് മരുന്നെടുക്കുന്നവർക്ക് കർത്തൃമേശ കൊടുക്കുകയല്ല. പറഞ്ഞ അവസാനം മരുന്നെടുത്ത് പരിവക്കേടായി. മരുന്നെടുക്കുക എടുക്കാതിരിക്കാതെ കണ്ട ഒരു വിഷയം ഞാൻ പറഞ്ഞത്. പാൻറ് ടിൻ ചെയ്തവന് ഹോളിൽ നിന്ന് വെളിയിൽ ഇറക്കി വിട്ടു പാസ്റ്ററെ. കടക്കൂ പുറത്ത്. എന്നിട്ട് ഈ മൂപ്പില അമേരിക്ക ചെന്നപ്പോൾ നെഞ്ചത്ത് കയറ്റി പാലിട്ട് ടിൻ ചെയ്തുകൊണ്ട് അതിനെല്ലാം പറഞ്ഞ് നടക്കുകയും ചെയ്യും. അങ്ങനുണ്ട്. കമ്മലും മാലയും ഊരിച്ച് അല്ലെങ്കിൽ ഊരി വേണ്ടാന്ന് വെച്ചവരുടെ തലമുറ അമേരിക്കയിലും കാനഡയിലും ചെന്നപ്പോൾ കൊച്ചുങ്ങളെല്ലാം കമ്മലും മാലയും എല്ലാം തിരിഞ്ഞു തലതിരിഞ്ഞു പോയി. നിങ്ങൾക്ക് മനസ്സിലാകാനായിരിക്കും. സ്തോത്രം. പണ്ടൊരു പെയ്ത്തോമിലെ അവിടെ ഇരുന്ന പാസ് ടി വി മേടിച്ചതിന് സർക്കാർ 10-15 കുടുംബം പടങ്ങിപ്പോയി. ടി വി മേടിച്ചു. സാത്താൻ പെട്ടിന്നല്ലേ പറഞ്ഞേ. അങ്ങനത്തെ ഞാൻ തെറ്റിദ്ധരിക്കരുത്. ഇത്തിരി വ്യത്യാസമായി. പണ്ട് ചിലര് സ്വന്തമായിട്ട് വസ്തുവും ഹോള് മേടിക്കത്തില്ല. കർത്താവ് വരുമല്ലേ, പോകാൻ പോവാ. കർത്താവ് വരുമല്ലേ, എന്നിട്ട് ഇതെല്ലാം അവിടെ ഇവിടെ മേടിച്ചിട്ടാ. ഇപ്പം അവർക്കുള്ളതുപോലെ വസ്തുവും സ്ഥലവും ആരാന്നൊന്നും എന്നോട് ചോദിക്കരുത്. വ്യത്യാസമായെന്നായി പറഞ്ഞത്. അപ്പൊ ഈ നിക്കോളോമാസ് പരിശുദ്ധാത്മാവും നല്ല സാക്ഷ്യവും വിശ്വാസവും ഒക്കെ നിറഞ്ഞയാളാ.
ഒടുവിൽ ദുരുപദേശത്തിൽ പെട്ടുപോയി. ഒടുവിൽ പറഞ്ഞു ശരീരം കൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാൻ ആത്മാവ് രക്ഷപ്പെട്ടല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള നിക്കലോവിയ ഉപദേശങ്ങളെ ജയിക്കണം. കള്ളയപ്പോസ്തലന്മാരെ ജയിക്കണം, ബിലിയാമിന്റെ ഉപദേശത്തെ ജയിക്കണം, നിക്കലോവിയ ഉപദേശത്തെ ജയിക്കണം. ഇനി താഴോട്ട് പഠിച്ചു വരുമ്പോൾ ഇസബേലിനെ ജയിക്കണം. ദൈവദാസന്മാർക്ക് ബൈബിൾ ക്ലാസ് എടുക്കുന്ന അമ്മാമ്മ അങ്ങനെ അടിച്ചിട്ടും എന്റെ ദാസന്മാരെ ഉപദേശിക്കുന്നുണ്ട് ഇല്ലേ, അങ്ങനെ എഴുതിയേക്കുന്നത്. എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിക്കുകയും വിഗ്രഹാർപ്പിതം തിന്നുവാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും ബിലിയാമിന്റെ മൂത്ത പെങ്ങളായിട്ട് വരും. അവൻ പറഞ്ഞത് തിന്നോളാൻ പറഞ്ഞു. മാമാൻ രണ്ട് ആളെ മൂത്ത പെങ്ങൾ ഇസബേലി. മാമൻ പറഞ്ഞത് തിന്നോ, കുഴപ്പമൊന്നുമില്ല. വിഗ്രഹാർപ്പിതം വിഗ്രഹാർപ്പിതം തിന്നുവാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും അപ്പൊ എന്റെ ദാസന്മാർക്ക് ക്ലാസ് എടുക്കുന്ന അമ്മാമ്മയാണ്. മാമ നന്നായിട്ട് ക്ലാസ് ഒക്കെ എടുക്കും. ഇസബേലിനെ ജയിക്കണം. മനസ്സിലായോ? ഇനി ഒത്തിരി ഉണ്ട്, ഒത്തിരി പേരെ ജയിക്കണം. കള്ള യഹൂദന്മാരെ ജയിക്കണം. യഹൂദന്മാരല്ലാതിരിക്കെ യഹൂദന്മാരെന്ന് കളവായി പറയുന്നവര്. നാട്ടിൽ വെച്ച ഒരാൾ പറഞ്ഞു ഞങ്ങൾ യഹൂദന്മാരാണ് പറഞ്ഞു. എന്നോടാ പറഞ്ഞു ഞങ്ങൾ യഹൂദന്മാരാ. ഞാൻ എന്താ പറഞ്ഞു, അപ്പൊ ഞങ്ങൾക്കൊരു അച്ചായനുണ്ട്, കുഞ്ഞോനച്ചായൻ. അപ്പം പുള്ളി വലിയ രസികനാണ്. പുള്ളി വെളിയനായിട്ട് കുന്നുപറമ്പില്ല. അദ്ദേഹത്തിന്റെ മകൻ ഇവിടെ ഉണ്ട്, ലാലു. പുള്ളി നല്ല രസകരമായിട്ട് സംസാരിക്കും. അപ്പൊ ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ചിരുന്നപ്പം പുള്ളിയോട് ചോദിച്ചു, അച്ഛാ നിങ്ങൾ യഹൂദന്മാരില്ലേ, ഇതെന്നെ ഇങ്ങനെ കറുത്തിരിക്കുന്നത് നിങ്ങളുടെ വീട്ടുകാര്? അവിടെ മിക്കവരും അവിടെ നല്ല കറുപ്പാണ്. അവിടെ വന്നത് പാസ്റ്റർ ഞങ്ങൾ ഈ കപ്പലിൽ ഇങ്ങോട്ട് വന്നപ്പം ഞങ്ങളുടെ അച്ചായൻ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി കപ്പലിൽ കയറാൻ. അച്ചായൻ വന്നപ്പം അവസാനം പുകക്കുടലില്ല അവിടെ പുള്ളിക്ക് സ്ഥലം കിട്ടിയത്. അപ്പൊ ഇത് അവിടുന്ന് കൊടുങ്ങല്ലൂർ വരെ വന്നപ്പം പുകയടിച്ച് ഞങ്ങൾ പരിപാടിയായ ഞങ്ങളല്ലെങ്കിൽ ഞാൻ പറഞ്ഞതല്ല, കൊച്ചായനും അനിയൻ തമ്പിച്ചായനും കൂടെ പറഞ്ഞതാണ് എന്നോട്. ഞങ്ങളുടെ അച്ചായൻ അത് ഇച്ചിരി ലേറ്റ് ആയി കപ്പലിലോട്ട് കയറാൻ. പോക്കോട് പുള്ളി ആ സൈഡിലായിരുന്നത്. പുകയടിച്ച ഇവിടെ വന്നു കഴിഞ്ഞ ഇത് തന്നെ. പക്ഷെ പുകയടിച്ച് യഹൂദന് വിശേഷതകൾ ഒത്തിരി ഉണ്ട്. യഹൂദനെ കണ്ടാൽ അറിയാം, അത് എല്ലാം കൊണ്ടും അവരെ അറിയാം. അതിന്റെ കർത്താവ് ഈ സുഖാർ എന്ന സ്ഥലത്ത് വന്ന് ശമരിയിലെ ഒരു സഹോദരി വെള്ളം കോരാൻ വന്നിട്ട് കർത്താവ് ഇത്രയോ ചോദിച്ചിട്ട് കുടിക്കാൻ വെള്ളം തരാം. ഉടനെ അവൾ അടിപൊളി നോക്കി പറഞ്ഞു യഹൂദനായിരിക്കുന്ന നീ ശമരിയക്കാരി. അപ്പൊ കണ്ടപ്പോഴേ പിടികിട്ടി യഹൂദന്റെ നോട്ടം, നിപ്പ, സംസാരം, പ്രകൃതി, ശരീരത്തിന്റെ ആകാരാകൃതി, വടിവെല്ലാം കണ്ടാണ്. അന്നേരം കുറെ ആൾക്കാർ പറഞ്ഞത് ഞങ്ങള് ഊളത്തരമൊക്കെ അന്ന് ഉണ്ടാതിരിക്കണ്ടേ. ഒരു തല ഞാനിവിടെ സഭായത്തിൽ നിൽക്കുമ്പോഴാണ് പറഞ്ഞത് ഞങ്ങൾ യഹൂദന്മാരാണ്, വിഷയത്തിൽ ഞങ്ങൾ ബെന്യാമീൻ ഗോത്രക്കാരാ, മുഴുവൻ തെളിവ് എൻ്റെ കയ്യിലുണ്ടെന്ന്. അന്നേരം വേറൊരു ഭാഷ ഉണ്ടായിരുന്ന പുള്ളി, ഞാനൊന്നും വേണ്ടിയില്ല, ഒരു സഭയിൽ ചെന്ന് അഭിപ്രായ വ്യത്യാസം. പുള്ളി സീനിയറാണ്. പുള്ളി പറഞ്ഞു ആ അമ്മയുടെ ഇരിപ്പ് കണ്ടപ്പം വിവരമുണ്ടെന്നാ ഞാൻ കരുതി, തള്ളക്ക് കാകാശില്ലെന്ന് ഇപ്പൊ എനിക്ക് പിടി കിട്ടിയെന്ന് പുള്ളി പറഞ്ഞു. അല്ല ലോകം തിരുന്നതിന് പിന്നെ പോവുകയും ചെയ്യും. ഇടയ്ക്ക് എന്നെ വിളിക്കും, മറ്റേ പുള്ളി ഉണ്ടോ. അപ്പൊ യഹൂദന്മാരല്ലാതിരിക്കെ യഹൂദന്മാരെന്ന് കളവായി പറയുന്ന ചിലരുണ്ട്. ദൈവത്തിന് മഹത്വം. അവരെ ജയിക്കണം, അവരെ ജയിക്കണം. അടുത്തത് സാത്താന്റെ പള്ളിക്കാരെ ജയിക്കണം. സാത്താന്റെ പള്ളിക്കാര് ചില സ്ഥലങ്ങളിലൊക്കെ ചെന്നാൽ എന്ത്
എങ്ങോട്ടാ പോകുന്നെങ്കിൽ ആദ്യം ഇട്ട് മേടിച്ചവരെല്ലാം അബദ്ധത്തിലെങ്ങാനും അങ്ങോട്ട് പോകുന്നെങ്കിൽ അവനായിരിക്കും വിചാരം അവനും ഇരിക്കണ്ടെന്ന് പറഞ്ഞു. യാതൊരു വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത ഒത്തിരി എണ്ണോ. ഞാൻ പണ്ടൊരു പാട്ട് പാടുവാൻ നിങ്ങൾ അല്ലാത്ത ഇതിനെ സാധാരണ പള്ളിക്കാരെ ജയിക്കണം. അത് ഭാഗം വന്നു. ഇങ്ങനെ ജയിച്ചവരെല്ലാം കൂടെ വീണ പിടിച്ച് നമ്മൾ ജയിക്കണം. ജയിക്കാനുള്ള മാർഗമല്ല, ഒറ്റ മാർഗമുള്ളൂ. ജയിച്ചവന്റെ കൂടെ നിന്നോണം. ജയിച്ചവനെ വിട്ടേച്ച് എങ്ങോട്ടും പോകരുത്. ജയിച്ചവനാരാ? ഒരുവൻ മാത്രമേ ജയിച്ചിട്ടുള്ളൂ, നസറയനാകുന്ന യേശു ക്രിസ്തു. ബാക്കി മുഴുവൻ ആൾക്കാരും ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് തോറ്റവരാ. രാജ്യം മുഴുവൻ വെട്ടിപ്പിടിച്ച് സമുദ്രത്തെ നോക്കി ആക്രോശിച്ച് പറഞ്ഞ് വെട്ടിപ്പിടിക്കും. പക്ഷെ ഒടുവിൽ ആ പുള്ളി മരണത്തിന് കീഴടങ്ങി. കൈയൊക്കെ വെളിയിലോട്ടിട്ടേക്കണമെന്നാ പറഞ്ഞ. വെറും കൈ ആയിട്ട് വന്നത് വെറും കൈ ആയി പോകുന്നുണ്ട്. മഹാത്മാഗാന്ധി മരിച്ചു കഴിഞ്ഞ് സരോജനീയനായിട്ട് വന്നു തോന്നുന്നു. അവിടെ ചെന്ന് ചോദിച്ചു, മഹാത്മാവേ, യേശുദേവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് എന്താ ഉയർക്കാത്തെന്ന്? സ്തോത്രം. സമർത്ഥനായ സീസറും പ്രശസ്തനായ ഹോമറും സമർത്ഥമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞർ എല്ലാവരും കല്ലറ കൊണ്ട് അവസാനിച്ചു. എന്നാൽ 3-ാം ദിവസം കല്ലറയെ ഭേദിച്ച് ജയിച്ച് മരണത്തെ ജയിച്ചു വന്നവൻ. ഹേ മരണമേ, അതിന്റെ ജയമവിടെ! ഹേ മരണമേ, അതിന്റെ വിജയമവിടെ! ഹേ മരണത്തിന്റെ വിഷമുള്ള പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം എന്ന് പറഞ്ഞ് മരണത്തെ ജയിച്ച ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് നസറയനാകുന്ന യേശു. എല്ലാത്തിനെയും യേശു ജയിച്ചു. എല്ലാത്തിനെയും ജയിച്ചു. പിശാചിനെയും ജയിച്ചു, പാപത്തെയും ജയിച്ചു, ലോകത്തെയും ജയിച്ചു, സകല വിഷയത്തെ ജയിച്ചു, മരണത്തെയും ജയിച്ചു. അതുകൊണ്ട് നമുക്ക് ജയമെടുക്കാൻ ഒറ്റ മാർഗമുള്ളൂ, ജയിച്ചവന്റെ കൂടെ നിന്നോണം. ജയിച്ചവൻ യേശു ക്രിസ്തുവാണ്. അവിടുത്തെ സന്നിധി വിട്ട് എങ്ങും പോകരുത്. നശിച്ചു പോകാതിരിക്കാൻ പുത്രനെ ചുംബിക്കണം. അവനോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവനെന്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടി ഇരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തും. രക്ഷയെ കാണിച്ചു തരും. ജീവിതത്തിൽ എന്തെങ്കിലും പരാജയമുണ്ടെങ്കിൽ നിരാശപ്പെടണ്ട. ഏറ്റു പറഞ്ഞേച്ച് ജയിച്ചവന്റെ കൂടെ എനിക്ക് ദൈവം നിന്നെ രക്ഷിക്കും. നിന്റെ പരാജയത്തെ മുഴുവൻ ജയമാക്കി തരുവാൻ കഴിവുള്ളവനാണ് നസറയനാകുന്ന യേശു. സ്തോത്രം, സ്തോത്രം. അതെ, നമുക്ക് മടങ്ങി വരാം. 1-2 കാര്യം പറഞ്ഞ് നിർത്താം. നിശ്ചയിക്കപ്പെട്ട സമയത്തിൽ 9 മണി വരെ ഉണ്ടെന്ന ദൈവരാസനെ വിളിച്ചു. 9 മണി വരെ എടുക്കുന്നതിന് കുഴപ്പമുണ്ടോ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ലെങ്കിൽ ഇപ്പൊ നിർത്താൻ പോവാ. കുഴപ്പമില്ല. 9 നിർത്താം. അപ്പൊ ശ്രദ്ധിക്കുക, യേശു ക്രിസ്തു സകലത്തിന്റെ മേലെ ജയമെടുത്തത്. വാക്യം 6-ാം അധ്യായം 10-ാം വാക്യമാണ്. ഒടുവിൽ കർത്താമത്തെ സ്വർഗത്തിലെത്തി. 3-ാമത്തെ അധ്യായത്തിലെ ആത്മനിറവ്, 6-ാം അധ്യായത്തിലെ ആത്മീക പോരാട്ടം. ആ പോരാട്ടത്തോട് ബന്ധപ്പെട്ട 10-ാം വാക്യം, ഒടുവിൽ കർത്താവിലും
ഒടുവിൽ എന്ന് പറഞ്ഞ 10-ാം വാക്യത്തിന്റെ പ്രാരംഭത്തിൽ ഒടുവിൽ. അപ്പൊ ന്യായമായ ഒരു ചിന്ത, ആദ്യം എന്തൊക്കെയോ പറഞ്ഞല്ലോ, ഒടുവിൽ എന്ന് പറയണമെങ്കിൽ ഒടുവിൽ പ്രിയ ജോയ് മാസ്റ്റർ പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞ ആദ്യം പ്രാർത്ഥിക്കാനാണ് ഒടുവിൽ. അപ്പൊ അതിന് മുമ്പിൽ വേറെ ചില കാര്യങ്ങളുണ്ടാവും. അങ്ങനെ ചിന്തിക്കുമ്പം 6:10 ഒടുവിൽ. അപ്പോൾ ആദ്യം എന്തൊക്കെയോ പറഞ്ഞു. നമ്മുടെ വിഷയത്തോട് ബന്ധപ്പെട്ട ആദ്യം 6 ഗ്രൂപ്പുകാരെ വിളിച്ച് പൗലോസ് ചില കാര്യങ്ങൾ പറഞ്ഞു. 6 ഗ്രൂപ്പ്: ഭാര്യ, ഭർത്താവ്, മക്കള്, പിതാക്കന്മാര്, ദാസൻ, യജമാനൻ. 5:22. ഭാര്യമാര് 5:25. ഭർത്താക്കന്മാര് 6:1. മക്കള് 6:4. പിതാക്കന്മാര് 6:5. ദാസന്മാർ 6:9. യജമാനന്മാർ. അപ്പൊ തെളിഞ്ഞല്ലോ 6 ഗ്രൂപ്പുകാർ. 6-ാം അധ്യായത്തിന്റെ 10 ഒടുവിൽ എന്ന് പറയുമ്പോൾ ആദ്യം 6 ഗ്രൂപ്പിൽപ്പെട്ടവരെ വിളിച്ച് നിർദ്ദേശം കൊടുത്തു. ആദ്യം ഭാര്യമാരെ വിളിച്ചു, പിന്നെ ഭർത്താക്കന്മാരെ, പിന്നെ മക്കളെ വിളിച്ചു, പിന്നെ പിതാക്കന്മാർ. ആദ്യം വിളിച്ചത് ആരെയാ? ഭാര്യമാരെ. എന്തിനാ? ഒന്ന്, ഇവര് ബലഹീനമാണ് മാത്രമാ, ഒരു സമ്മതിക്കുകയല്ല. പക്ഷെ വേദപുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നത് അങ്ങനെ തന്നെ. ഇവര് അതുകൊണ്ട് ബഹുമാനം കൂടെ. നിങ്ങള് ചെയ്യണമെന്ന കാര്യമല്ല നടക്കും. നമ്മളിപ്പോ സഹോദരന്മാരോട് പറയല്ലേ, പിന്നെ ജോലിക്കുട്ടി അങ്ങനെ അവിടെ വരുവാ, ഞാൻ അവിടെ ജോലിക്കുട്ടി ഇതേക്ക് വന്നാൽ ജോലിക്കുട്ടി തന്നെ ഇവിടെ കിടന്ന് ഇറങ്ങുന്നതല്ല. ഞാൻ തമാശ പറഞ്ഞല്ല, നിങ്ങൾ എന്നെ സങ്കടപ്പെട്ട് ഉള്ള കാര്യമല്ലേ പറയാന്. നാട്ടിലൊക്കെ ചില സമയത്ത് ചില പിരിവിന്റെ കാര്യം പറയാൻ അച്ഛൻ എത്രയാണ് എന്നാന്ന് ചോദിച്ചാൽ അതിനൊന്നും ആദ്യമല്ല. അതിനോട് എന്ത് പറയാം, 50,000 രൂപ അങ്ങോട്ട് തന്നോളാം മാസ്റ്റർ പറയത്തില്ല. അല്ലേ അവിടെ ഇങ്ങനെ അവിടെ എന്തുവാ ഉമ്മായിരിക്കും. രാവിലെ 2 കസേരത്തിന് ഇങ്ങനെ വസന്ത വന്ന ഓടിയിരിക്കും പോലെ. ഇത് തന്നെ പണി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ചിലക്ക് ഓട്ടക്കാരനെ ഇണക്കിയിട്ടുണ്ട്. എടാ അത് മേടിച്ചോണ്ടിഞ്ഞ് അവൻ ഓട്ടയിൽ തന്നെ കൊണ്ട് കൊടുത്തു. ഒരാളിനോട് പറഞ്ഞു അതാ നല്ലതെന്ന് പറഞ്ഞു. അപ്പൊ ഭാര്യ ഭർത്ത ജീവിതത്തിന്റെ കടമകളാ 22 മുതൽ. ഭാര്യ ഭർത്താവിന് കീഴ്പ്പെടണം. 1-2 കാര്യം സൂചിപ്പിക്കാൻ. നിങ്ങളെക്കാൾ ചിലപ്പോൾ വിദ്യാഭ്യാസം കുറവായിരിക്കും, സൗന്ദര്യവും കുറവായിരിക്കും, സാലറി കുറവായിരിക്കും, പക്ഷെ നിങ്ങൾ കീഴ്പ്പെടണം. വേദപുസ്തകത്തിന്റെ പ്രമാണമാണ്. എല്ലാവരും അല്ലെങ്കിലും മിക്കവരും പാടാ വിളിയായിപ്പോ പേര് വിളിക്കുന്നവരുണ്ട്. ഞാനൊരു വീട്ടിൽ നിന്ന് ബാബു ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഭാര്യ വന്ന് വിളിച്ചേച്ച് പോയതാ. ഞാൻ മുറ്റത്തോട്ട് നോക്കി അവിടെ പണികാരുമല്ലോ. അന്നേരം പറഞ്ഞ
പോന്ന് ഞാനേ പിന്നെ പാസ്പോർട്ട് പറഞ്ഞു ഞാനേ പോവാ, എനിക്ക് ചില കാര്യം പുള്ളി പറഞ്ഞ വന്നാ മതി. അതന്നെ അങ്ങനെ പറഞ്ഞ ഇടയ്ക്ക് പോകുമെന്നൊക്കെ പറഞ്ഞില്ലായിരുന്നല്ലോ. അങ്ങനെ പോവാ നമ്മൾ എന്തുകൊണ്ട് പച്ചമരത്തിൽ ഇങ്ങനെ നേരെ തീർത്ത് വിളിച്ച തള്ളയാറത്തോട്ട് പോയി നമ്മളെ കുറ്റമല്ലി പറഞ്ഞ അങ്ങനത്തെ ഒരു കാലമായി. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടൊരു കൊച്ചമ്മ അച്ചായനും ഉണ്ടായിരുന്നു, നല്ല മനുഷ്യരാണ്. എന്നാലും അച്ചായന്റെ പേരാ, പക്ഷെ എല്ലാവർക്കും അറിയത്തില്ല പേരായി വിളിക്കുന്ന കുഞ്ഞേ. അപ്പൊ നമ്മളൊക്കെ സ്നേഹമാനാണ് പോയി കേട്ടോ, ഭയങ്കര കാര്യം സ്നേഹം. പേര് കുഞ്ഞെന്ന അങ്ങനെ തന്നെ കുഞ്ഞേ. അപ്പൊ നമ്മൾ ഉറക്കം ഞങ്ങൾക്ക് അറിയാവുന്നവർക്ക് അറിയാം, പക്ഷെ നല്ല സ്നേഹമാണ് കേട്ടോ. അയ്യോ അങ്ങേര് മരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ എന്ത് സങ്കടമായിപ്പോയി. അവൻ്റെ ഒരു ഞാനെപ്പോഴും കൊണ്ടു കുഞ്ചായനെ മരിച്ചു കഴിഞ്ഞ് ഈ കൊച്ചമ്മ ഒരൊറ്റ ഫംഗ്ഷന് പോകില്ല, കല്യാണത്തിനോ വിരുന്നിനോ പോകരുത്. അവരുടെ തീരുമാനം ഞാൻ പോകരുത്. അത്രയ്ക്കും വലിയ പക്ഷെ പേരാ വിളിക്കുന്നത്. മോളോ ഇപ്പൊ പേരാ വിളിക്കുന്നത്. നല്ല മനുഷ്യരാണ്. എന്നാലും നിങ്ങള് ചിലപ്പോൾ നിങ്ങളെക്കാൾ 2 വയസ്സിന് ഇളയതായിരിക്കും, എന്നാലും പേര് വിളിക്കുന്നത് അത് മോശമാണ്. മനസ്സിലായ? എന്നോട് ജോലി കൊണ്ട് പറഞ്ഞ് ഞാൻ അവളെക്കാളും 2 വയസ്സിന് ഇളയതാക്കണം. ആളിപ്പോഴും ഉണ്ട്, നിങ്ങളുടെ ആ ഏരിയ ഇല്ല. 2 വയസ്സിന് ഞാൻ ഇളയതാക്കണം. എനിക്ക് പുള്ളിയോട് ബഹുമാനം ഉണ്ട്, പുള്ളി സത്യം പറഞ്ഞു. അപ്പൊ അങ്ങനെ പേര് ഒന്നും വിളിക്കരുത്. ഭർത്താവിന് കീഴ്പ്പെടണം. അടുത്തത് ഭർത്താക്കന്മാർക്ക് ഉപദേശമുണ്ട്, ഭാര്യയെ സ്നേഹിക്കണം. ക്രിസ്തു സഭയെ യോഗ്യത ഉള്ളത് കൊണ്ടല്ല സ്നേഹിച്ചത്, യോഗ്യത ഇല്ലാഞ്ഞത് കൊണ്ടാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഇഷ്ടാനിഷ്ടം അനുസരിച്ച് പെരുമാറാൻ കഴിഞ്ഞെന്ന് വരികയില്ല. കുറ്റങ്ങളും അപാകതകളൊക്കെ വരും, പക്ഷെ അത് ക്ഷമിച്ച് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ അവരെ സ്നേഹിക്കണം, പോറ്റി പുലർത്തണം. അതാ പ്രമാണം, പോറ്റി പുലർത്തണം. പിന്നെ മക്കളോടും മാതാപിതാക്കളോടും എല്ലാം ഉപദേശങ്ങൾ അങ്ങോട്ട് പറഞ്ഞെല്ലാം വിവരിക്കുന്നില്ല. ഇതെല്ലാം ഞാൻ 10-ാം വാക്യത്തിൽ പറയുക, ഒടുവിൽ കർത്താവിലും എന്ന് പറഞ്ഞ ഞാൻ ഇങ്ങനെ പറയുന്നത്, കുടുംബജീവിതം നന്നായി പോകണമെങ്കിൽ ഭാര്യയും ഭർത്താവും കർത്താവിന്റെ ആത്മാവിൽ ബലപ്പെടണം. ഒരാള് മാത്രം അഭിഷേകം പ്രാപിച്ചാൽ പോരാ, ഭാര്യയും ഭർത്താവും അഭിഷേകം പ്രാപിക്കണം. ഒരു പ്രതിസന്ധി വരുമ്പോൾ 2 പേരും മുഴങ്കാലമിടയ്ക്ക് കൈ കോർത്ത് പിടിച്ച് ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷ പറഞ്ഞ് നീ ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. 2 പേരും ആത്മാവിൽ ബലപ്പെടണം. നിന്റെ കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ ഇടപെടണമെങ്കിൽ അവൻ മാതാപിതാക്കൾ ആത്മാവിൽ ബലപ്പെടണം. മാതാപിതാക്കൾ നല്ല രീതിയിൽ കുഞ്ഞുങ്ങളോട് ഇടപെടണമെങ്കിൽ മക്കളെല്ലാം പരിശുദ്ധാത്മാവിൽ ബലപ്പെടണം. ദാസന് യജമാനന് സഹവർത്തിത്വം പുലർത്തി ജീവിക്കണമെങ്കിൽ 2 കൂട്ടരും ആത്മാവിൽ ബലപ്പെടണം. പ്രിയരെ, ഓടിച്ച് അവസാനിപ്പിക്കുക. ഈ ദുഷ്ടലോകത്തിൽ, പാപലോകത്തിൽ, അക്രമമുള്ള, അനീതിയുള്ള, വഞ്ചനയുള്ള, ഇസങ്ങളുള്ള ഈ ലോകത്തിൽ നാം നന്നായി ജീവിതം നയിച്ച് മുൻപോട്ട് പോകണമെങ്കിൽ അവൻ ആത്മനിറം ഉണ്ടായിരിക്കണം. സ്തോത്രം. കൊച്ചുപദേശി പാടിയ പാട്ടിന്റെ ഒരു വരി ഇങ്ങനെ, പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടാതെ പരിശുദ്ധ ജീവിതം സാധ്യമല്ല. പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടാതെ പരിശുദ്ധ ജീവിതം സാധ്യമല്ല. ചോണി തലത്തിലെ പരീക്ഷ ജിബ്രാൾട്ടർ പാറ എന്ന് പറഞ്ഞൊരു പാറ സമുദ്രത്തിന് നടുവില. ഞാൻ ആ പേര് വെക്കുന്ന സ്ഥലം മറന്നുപോയി. കടലിട് അവിടെ വലിയ പാറയാ. 4 വശം വഴി വന്ന് തിരയടിക്കുക, പാറ നിൽക്കുക. ഇതുപോലെ ആയിരിക്കണം ദൈവവൈതൽ. 4 വശം വഴി തിരമാല വന്നടിക്കുമ്പോൾ ആത്മനിറവിന്റെ ജീവിതമുണ്ടെങ്കിൽ നീ തകർന്നു പോകത്തില്ല. ഒടുവിൽ കർത്താവിനും അവന്റെ അമിതബലത്തിലും
കായബലം കൊണ്ട് രക്ഷയില്ല, പൊളിറ്റിക്കൽ ബലം കൊണ്ടും രക്ഷയില്ല, സാമുദായിക ബലം കൊണ്ടും രക്ഷയില്ല, പൈസ കണ്ടമാനം കൊണ്ട് രക്ഷയില്ല. കണ്ടുപിടിച്ചതല്ലേ ഇഷ്ടംപോലെ കാശുണ്ടെന്ന്. കോവിഡിന്റെ സമയത്ത് 1 രൂപ പോലും എടുക്കാം, വെളിയിലിറങ്ങാൻ മേലില്ല കാശുണ്ടെന്ന് പറഞ്ഞിട്ട്. കാശ് ഇഷ്ടം പോലെ കിടപ്പുണ്ട്, പുറത്തിറങ്ങി എടുക്കാൻ പറ്റുന്നുണ്ടോ? പണ്ടത് നൂപ്പാട് വന്ന ആൾക്കാരെ എനിക്കറിയാം. ഒരു തള്ളൻ തന്നെ അങ്ങനെ ഒന്നുമില്ലാഞ്ഞിട്ട് ടെറസിന്റെ മണ്ണപ്പം ഹെലികോപ്റ്റർ ഒന്ന് നോക്കിയെടുത്ത് നേരിട്ട് വരും വസ്ത്രം പോലും ഇല്ലായിരുന്ന തള്ള തന്നെ പറഞ്ഞത്. ഞാൻ വേഗം സൈഡിലും കണ്ട തിരുവല്ല, നിങ്ങൾ കേട്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റില്ല. അവിടെ കൊണ്ട് ഇറക്കി പിന്നെ കടയിൽ നിന്ന് തുണിയൊക്കെ മേടിച്ചു കൊടുത്ത് നോക്കി കൈ പൊക്കിയത്. അതാ അല്ല, കാശ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നായിട്ടുള്ളത്. ഉടുതുണി പോലും ഇല്ലാതെ അല്ലേ, ഇഷ്ടം പോലെ സ്വത്ത്. എന്നാ ചെയ്യാനാ? വെള്ളപ്പൊക്കം വന്നപ്പം വെള്ളപ്പൊക്കത്തിന് മുമ്പ് തള്ള അകത്തിരുന്ന് ഇങ്ങനെ ഞെക്കുമ്പം ഗേറ്റ് വെള്ളം അടിച്ചപ്പോൾ തള്ളയിരുന്ന് ഞെക്കി ഊപ്പാട് വന്ന് എവിടെ എനിക്ക് ഊപ്പാട് വന്ന് അവസാനത്താണ് ചക്കാൻ ഞെക്കാൻ കടലോട്ട് പറയണത് എണീറ്റ് ശരിയാണ് അടിച്ച് വെള്ളം കയറി. കണ്ടതല്ലേ? അയ്യോ, റാന്നിങ്ങോട് നല്ല വണ്ടനോട് പറഞ്ഞതാ. ഞാൻ ചോദിച്ചു അവര് നിങ്ങളുടെ സഭയിലാണ്. നമ്മുടെ സഭയിലാണ്. അതാണ് വെള്ളം പൊങ്ങിയപ്പോ ഈ തള്ളി ആരെ ആക്ഷേപിച്ചോ ആ മാന്യ സഹോദരന്മാര് കൊല്ലത്തിന്ന് ബോട്ട് കൊണ്ടുവന്ന് ഈ പന്ന തള്ളയെ പിടിച്ച് വള്ളത്തിനകത്തിട്ട്, തമാശ പറഞ്ഞതല്ല, അഹങ്കാരമൊക്കെ കണ്ടതല്ലേ ഇല്ലേ? മറ്റുള്ളവനെ ആക്ഷേപിച്ച് പറഞ്ഞു രക്ഷപ്പെടാൻ അവര് വേണം അല്ലേ? പന്നത്താളെ വെള്ളം കുടിച്ച് തോലഞ്ഞ് അങ്ങനെയൊക്കെ പറയത് എനിക്കതൊന്നും വിഷയമല്ല. സ്തോത്രം. ദൈവത്തിന് മഹത്വം. കാശൊന്നും ഗുണം വരുത്തുകയല്ല. ഇന്ന് രാത്രി ഉറപ്പിക്കട്ടെ, വല്ല ഗുണവും വരണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടായിരിക്കണം. ശക്തമായ പോരാട്ടങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അനുഭവത്തിൽ നിന്നും വചനത്തിൽ നിന്നും കൂടെ പറയാം. നീ മുഴങ്കാലം അടക്കി അങ്ങോട്ട് ഇരുന്ന് മറുഭാഷ പറഞ്ഞ് ദൈവത്തിൽ കൊണ്ട് സ്തുതിച്ച് മഞ്ഞുരുകി പോകുന്നത് പോലെ നിന്റെ പ്രശ്നം മാറിപ്പോകും. അനുഭവിച്ചവരെ ഓ ദൈവത്തിൽ സ്തുതിക്കുക. അതുകൊണ്ട് സഭയിലുള്ള എല്ലാവരും അഭിഷേകം പ്രാപിക്കണം. എല്ലാവരും ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലെ രീതി ഇവിടുത്തെ ഒന്നും അറിയത്തില്ല. ഈ പണ്ടൊക്കെ മുഴങ്കാലിൽ ഞാനും പ്രതി മുടങ്ങാനിരുന്നു ഒരു പാട്ടം അങ്ങോട്ട് പാടി അന്യഭാഷ പറഞ്ഞ് കായിക എന്തോ വിടുതലായിരുന്നല്ലോ. ഇപ്പൊ ഞാൻ എന്നെയും പ്രതിയാക്കി. ഇപ്പോഴത്തെ നമ്മുടെ ആരാധന പ്രൈസാർഷിപ്പുകാർ കുറച്ച് പേര് വന്ന് അവരിങ്ങനെ മൈക്ക് പിടിച്ചല്ലേ പാടത്തെ. അപ്പം മൈക്ക് പിടിച്ച് പാടുന്നതുകൊണ്ട് ഇവര് കൈയടിക്കാൻ ഒക്കുന്നില്ല, ഞാനും കൈയടിക്കാൻ ഒക്കുന്നില്ല. കുറ്റമല്ല, കൈയടിക്കാൻ ഒക്കുന്നില്ല. പിന്നെ ഒരു പാട്ട് പാടി അതിന്റെ വാലെ ഇങ്ങനെ നമ്മൾ റിലേ ഓടാൻ ഇത് കൊണ്ട് കൊടുക്കില്ല, കമ്പ് കൊടുത്ത് ഓടുന്നത് പോലെ ഇപ്പോഴത്തെ പാട്ട് ഓടിക്കൊണ്ട് എന്നാ പറഞ്ഞ ഓടിക്കൊണ്ട് കമ്പ് കൊടുത്തോണ്ട് അവൻ കമ്പ് മേടിച്ചോണ്ട് എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ പാട്ട്. ഒരു പാട്ട് എന്തതി ചെയ്യമേ ദൈവത്തിൽ സ്നേഹം എത്ര മനോ അത് ചിന്തയിൽ അടങ്ങ പാട്ട് അതിന്റെ ചോദന പല വേദന അല്ലേ കമ്പ് കൊണ്ട് പോവാ. എന്തുവാ പാട്ടിന് ദൈവ കൃപയെ ഞാൻ ആശ്രയിച്ചു, അവൻ വഴികളെ ഞാൻ അറിഞ്ഞു, അനുഗമി എനിക്കായി കരുതാം. റിലേ പോയിക്കൊണ്ടിരിക്കുക കമ്പുമായിട്ട് ഓടുന്നല്ലാതെ ഒരെണ്ണം അഭിഷേകം കുറ്റമല്ലി പറഞ്ഞേ. നിങ്ങൾ പഴയ അനുഭവമൊക്കെ ഉള്ളവരോട് ചോദിച്ചേ. അങ്ങോട്ട് മുടക്കാലം ഒറ്റ പാട്ടേ പാടുള്ളൂ സഭായത്തിന്. ഒരു പാട്ട് അതെല്ലാവരോടും ചേർന്ന് മുടക്കാലത്തെ കൈ അടിച്ച് പാടി. ഇപ്പോഴത്തെ രീതിയില്ല. പണ്ടൊക്കെ സഭായത്തിന് പോകുന്നെങ്കിൽ പാട്ടെടുത്തിടില്ലേ, പാഷയുടെ ഭാര്യമാര് കഴിവുള്ളവര് കൃപയുള്ളവര് പാട്ട് പാടും ഇല്ലേ സഭയിൽ. അതുപോലെ ചില അപ്പച്ചന്മാരോ അമ്മച്ചിമാരോ സഭ പാടാൻ കൃപയും ഒരു പാട്ടേ പാടുള്ളൂ. പാട്ടം കൊണ്ടെടുത്തിട്ട് ആത്മാവിലും കൊണ്ട് നൃത്തം ചെയ്താൽ ഞങ്ങളൊരു സഭായത്തിന് കൂടി, നിങ്ങളിപ്പോ വിശ്വസിക്കുമോന്ന് അറിയത്തില്ല, ഒറ്റ പാട്ട് പാടി ആരാധന 2:30 മേശയിലടിച്ച് ആശീർവാദം പറയുകയായിരുന്നു. അപ്പൊ നടന്നതന്നെ അനേക രോഗികൾ അവിടെ സൗഖ്യമായി. മുന്നോട്ടൊന്നും വിളിച്ചില്ല, കയ്യൊന്നും വെച്ചില്ല. ഇപ്പൊ പറഞ്ഞ രോഗികളെല്ലാം വന്നിട്ട് ഉടനെ എല്ലാ യോഗത്തിലും പോയി ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരുണ്ട്.
ആരെയും വിളിച്ചില്ല, ഭൂതം വിട്ടുപോയി, ഭൂതം ഇളകി. ആരും തലേ കൈവൊക്കെ നീ എവിടുന്നാ വരുന്നത്? ഇപ്പൊ അങ്ങനല്ല. ഭൂതം ആര് പിന്നെ കല്യാണം ആലോചിക്കാൻ പോകില്ലേ? പേരെന്നാ? എന്താ അത്യാവശ്യം? അന്നിതൊന്നും ചോദിച്ചില്ല. ആരാധന അങ്ങോട്ട് ശക്തിപ്പെട്ട് 2.5 മേശയിലടിച്ചു. ആരാധന കഴിഞ്ഞപ്പോ ചെല്ല് പറയുക, ഇന്ന രോഗം സൗഖ്യമായി. അപ്പൊ ചെല്ല് പറഞ്ഞു, ഇന്ന ഞങ്ങൾക്ക് ഭൂതമായിരുന്നു, വിട്ടുപോയി. ശാസിക്കാതെ പോയി ഇളകി ആണ്ടി അത് തന്നെ പോയി. ഇതായിരുന്നു ആരാധന. ഞാനിപ്പോഴും അതൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കും. ആ ഒരു അനുഭവത്തിലേക്ക് നമ്മളെല്ലാം ഒന്ന് മടങ്ങി വന്നത് ശക്തി. ഇത് എഫെസോസിനോട് പറയാൻ കാര്യം എന്താണെന്നറിയാമോ? 3 കാര്യം പറഞ്ഞങ്ങ് നിർത്താം. 1, മന്ത്രവാദികളെ വീട്ടില്ല, അവിടെ നിൽക്കണമെങ്കിൽ ആത്മശക്തി. 2, അർത്തമീസിന്റെ വ്യാപാരമുള്ള സ്ഥലമാണ്, പിടിച്ചു നിൽക്കണമെങ്കിൽ ആത്മബലം വേണം. സ്തോത്രം. 3, വിഗ്രഹങ്ങളുടെ കൂടെ ഒരു വിഗ്രഹം ഉണ്ടാക്കുന്ന ബിസിനസ്, അവിടെ നിൽക്കണമെങ്കിൽ ആത്മശക്തി ആവശ്യമാണ്. ഈ ദുഷ്ടലോകത്തിൽ ആത്മാവിന്റെ ബലത്തിൽ നമുക്ക് മുൻപോട്ട് പോകാം. ഒടുവിൽ കർത്താവിനും അമിതബലത്തിലും കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. എന്നോട് ദൈവരാജൻ പറഞ്ഞു 9 നിർത്തണം, 9 ആയി. ഇത് കറക്റ്റ് അല്ലേ? ചിലരെ എന്നെ പറ്റി പറഞ്ഞ ബോധവും വെളിബോധവും ഉള്ളവനല്ലെന്ന ഇച്ചിരിയൊക്കെ ഉണ്ട്, മൊത്തമില്ലെങ്കിലും 9 ആയി. മതി, ഗുണമാകാനാണ് ഇതൊക്കെ മതി. ഒടുവിൽ കർത്താവിനും അമിതബലത്തിലും ശക്തിപ്പെടണം. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരിക്കൽ കൂടെ ദൈവത്തെ മഹിതപ്പെടുത്താം. നിങ്ങളെ ഒരു പാട്ടിന്റെ പരിപാടത്തെ പാടിക്കോ, സമയം പോയി ആത്മാവി ശക്തിയോടെ ജീവിപ്പാൻ. അല്ലെ നിങ്ങൾ എന്തെങ്കിലും സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വിഷയം അധിഷ്ഠിതമായി പാട്ട് പാടിക്കും, പെട്ടെന്ന് പാടിക്കും. ഈ ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ചതിനും വിളിച്ചതിനും ഒക്കെ നന്ദി. കേട്ടിരുന്നവർക്ക് നന്ദി. പ്രാർത്ഥനയിൽ പരസ്പരം ഓർക്കാം. അല്പ ക്ഷീണമുള്ളത് കൊണ്ടാണ് ഇരുന്നുകൊണ്ട് സംസാരിച്ച് ക്ഷമിക്കണം. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാണ്.